ഇപ്പോൾ വിശദമായ ഓരോ വാർത്തകളിലേക്കും കടക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നീരജ് ചോപ്ര. ചരിത്രം കുറിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചാമ്പ്യൻ നീരജ് ചോപ്രയ്ക്ക് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിരിക്കുകയാണ്. 88.17 മീറ്റർ ദൂരത്തോടെയാണ് നീരജ് നേട്ടം കുറിച്ചത്. ഇതോടെ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് മാറിയിരിക്കുന്നു. Able to throw freely. They said he then had a great 4 weeks of training. He's looked much better, much smoother, and that's shown here in Budapest. It's not going to extend on his 88.17, but it will go to India again. Neeraj Chopra actually used videos of Jan Zelezny to hone his technique. He works with his coach. Some of these nations that have got loads of athletes, I'm not sure about that order, but I'm willing to be proved wrong. I really like watching Ragesh, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഉത്രാടപ്പാച്ചിലേക്ക് എത്തി നിൽക്കുന്നു. ഓണത്തെ വരവേൽക്കാൻ എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ആ സന്തോഷത്തിലും ആഹ്ലാദത്തിലും നിൽക്കുമ്പോഴാണ് മറ്റൊരു അഭിമാന നിമിഷം കൂടി നമുക്ക് നീരജ് ചോപ്ര സമ്മാനിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സിൽ നമ്മളുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ താരം ഇപ്പോൾ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യക്ക് നേട്ടമായി മാറിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഇത്തരത്തിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം ഉണ്ടാകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെയായിരുന്നു ആ മത്സരത്തിന്റെ കാഴ്ചകൾ, ഫലം, മറ്റു വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. 140 കോടി ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയും അസ്ഥാനത്തായില്ല. പ്രതീക്ഷ കാത്തിരിക്കുകയാണ് നീരജ് ചോപ്ര. അതായത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ബോയ്. 88.17 മീറ്റർ കുറിച്ചാണ് നീരജ് ചോപ്ര ബുഡാപെസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സുവർണ നേട്ടം കുറിച്ചിരിക്കുന്നത്. അതായത് നീരജ് ചോപ്രയുടെ ആദ്യ ശ്രമം ഫൗളായിരുന്നു. രണ്ടാം ശ്രമത്തിൽ നീരജിൻ്റെ ജാവലിൻ പാഞ്ഞത് ചരിത്രത്തിലേക്കായിരുന്നു. 88.17 ദൂരം കുറിച്ച് നീരജ് സ്വർണം നേടുകയും ചെയ്തു. അതായത് ഈ രണ്ടാം ശ്രമത്തിൽ ഇപ്പോൾ പതിക്കുന്നതിന് മുമ്പ് തന്നെ നീരജ് വിജയാഹ്ലാദം തുടർന്നു. ദൃശ്യങ്ങളിൽ തന്നെ അത് കാണുകയും ചെയ്യാം. അതായത് എറിയുമ്പോൾ തന്നെ നീരജിന് ഉറപ്പുണ്ടായിരുന്നു അത് ചരിത്രത്തിലേക്കുള്ളതാണെന്ന്. അങ്ങനെ 140 കോടി ജനതയുടെ പ്രതീക്ഷകൾ നീരജ് ചോപ്ര കാത്തിരിക്കുകയാണ്. കാരണം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു അത്ലറ്റ് സ്വർണം നേടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. 2003 അഞ്ജു ബോബി ജോർജ് ഈ നേട്ടം കുറിച്ചിട്ടുണ്ട്. പിന്നീട് 19 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 2022 നീരജ് ചോപ്ര തന്നെയാണ് ഒരു മെഡൽ നേടിയത്. അന്ന് വെള്ളിയായിരുന്നു. തൻ്റെ തന്നെ പ്രകടനം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നീരജ് ചോപ്ര ഏതായാലും സുവർണ്ണ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല നീരജ് ചോപ്രയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നേട്ടം. കാരണം നീരജ് ചോപ്ര നിലവിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ്, സ്വർണ്ണ മെഡൽ ജേതാവാണ്. അങ്ങനെ സ്വർണ്ണ മെഡൽ, ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടവും ഒപ്പം തന്നെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും കുറിക്കുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന പ്രത്യേകത കൂടി ഇപ്പോൾ നീരജ് ചോപ്ര സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപിടി റെക്കോർഡുകളുമായാണ് നീരജ് ചോപ്ര ബുഡാപെസ്റ്റിൽ നിന്ന് മടങ്ങുന്നത്. കാരണം ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒളിമ്പിക്സിലെ മത്സരങ്ങളെക്കാൾ ടഫായത് അല്ലെങ്കിൽ വാശിയേറിയത് ആയാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു മത്സരത്തിൽ സ്വർണ്ണ നേട്ടം കുറിച്ചിരിക്കുകയാണ് നീരജ് ചോപ്ര. പാകിസ്ഥാൻ്റെ അർഷാദ് നദീമിനാണ് വെള്ളി നേടിയിരിക്കുന്നത്. 87.82 ദൂരം കുറിച്ചാണ് അർഷാദ് നദീം വെള്ളി മെഡൽ നേടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ജാക്കൂബ് വദലിച്ചാണ് 86.67 മീറ്റർ കുറിച്ചാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ താരം വെങ്കല നേട്ടവും സ്വർണ്ണമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്ക് അഭിമാനിക്കാൻ പിന്നെയുമുണ്ട്. അതായത് 6 താരങ്ങളിൽ ആദ്യ 6 സ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നതിൽ 3 ഇന്ത്യക്കാരുണ്ട്. നീരജിന് പുറമെ മറ്റ് 2 ഇന്ത്യൻ താരങ്ങൾ, കിഷോർ ജന 5ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തു. ഒപ്പം തന്നെ DP മനു 6ാം സ്ഥാനത്തായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ഒരു പ്രകടനം തന്നെയാണ്, ഇന്ത്യയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്നലെ ബുഡാപെസ്റ്റിൽ കണ്ടിരിക്കുന്നത്. ഏതായാലും നീരജ് ചോപ്രയെ സംബന്ധിച്ചിടത്തോളം നീരജ് ചോപ്ര 88.47 മീറ്റർ കുറിച്ചാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നത്. ആ പ്രകടനത്തോട് അടുത്ത് നിൽക്കില്ലെങ്കിൽ പോലും 88.17 മീറ്റർ കുറിച്ചുകൊണ്ട് ഇപ്പോൾ നീരജ് സ്വർണം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആര്യ, ശരി, താങ്ക് യു രാകേഷ്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് എന്തായാലും റെക്കോർഡുകളുടെ തോഴൻ വീണ്ടും ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും ഒളിമ്പിക്സിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് കൂടി
നീരജ് ചോപ്ര സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഓണക്കാലത്തിന്റെ ഇടയ്ക്ക്, ഓണത്തിന്റെ നമ്മുടെ സന്തോഷത്തിന്റെ ഇടയ്ക്ക് മറ്റൊരു അഭിമാന നിമിഷം, മറ്റൊരു സന്തോഷ നിമിഷം കൂടി നീരജ് ചോപ്രയും സമ്മാനിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പൊന്നോണ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഓണത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാം. പൊന്നോണക്കാലം. ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. ഉത്രാട ദിനമായ ഇന്ന് മാവേലി മന്നനെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കങ്ങളുമായി നാടും നഗരവും തിരക്കിലാണ്. സദ്യ ഒരുക്കാനുള്ള പച്ചക്കറികൾ മുതൽ ഓണക്കോടി വരെ വാങ്ങാനുള്ളവരുടെ തിരക്കിലാണ് മലയാളികൾ. അത്തം മുതൽ വിപണി ഉണർന്നു കഴിഞ്ഞു. ഉത്രാട ദിനമായ ഇന്ന് വിപണിയിലെ തിരക്ക് അതിന്റെ ഉച്ചസ്ഥായിയിലെത്തും. കാണം വിറ്റും ഓണമുണ്ണാൻ മലയാളികൾ തയ്യാറെടുക്കുമ്പോൾ വിപണികളിൽ തിരക്കേറും. ഉത്രാടപ്പാച്ചിലിൽ ഇന്ന് വീഥികൾ നിറയും. ഫസ്റ്റ് പർച്ചേസിംഗാ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, വില കുറവുണ്ട്. ഇത് തായ്ലൻഡിൽ നിന്ന് ചൈനയിൽ വന്നിട്ട് ചൈനയിൽ നിന്ന് ഇറക്കുമതിയാണ്. അങ്ങനെ വിദേശ വസ്ത്രങ്ങൾ ഒരുപാടുണ്ട്. വസ്ത്രവിപണിയിൽ കാര്യമായ തിരക്കില്ലെന്നാണ് കച്ചവടക്കാരുടെ പരാതി. എല്ലാ വർഷത്തിനേക്കാൾ കുറവാണ് ഇക്കൊല്ലം. സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓൺലൈൻ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓണക്കച്ചവടം എന്ന് പറയാൻ പറ്റൂല. ഇപ്രാവശ്യം ഭയങ്കര മോശമാണ്. ഈ വർഷം ഭയങ്കര മോശം കച്ചവടത്തിൽ. കസ്റ്റമർ നോക്കിയിട്ട് പോകാനുണ്ടോ? ആൾക്കാരിലെ കാശില്ല. 10-30 വർഷമായി അവിടെയൊക്കെ വന്നിട്ട്. ഇവിടുത്തെ കച്ചവടം മോശം കണ്ടിട്ടില്ല പോവരൊക്കെ. നേന്ത്രക്കുലയും കായ വറുത്തതും ശർക്കര വരട്ടിയും അച്ചാറും പപ്പടവും പാലടയും പച്ചക്കറികളും എന്നുവേണ്ട സദ്യവട്ടത്തിനു വേണ്ടതെല്ലാം ഇവിടെ റെഡി. പച്ചക്കറിക്ക് വില കുറഞ്ഞെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. സാധനങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വില കുറഞ്ഞേക്കാണ്. ഇപ്പോൾ വില കുറവുണ്ട് എല്ലാ സാധനവും. അപ്പോൾ എല്ലാവർക്കും ഇത്തവണ ഓണം നന്നായിട്ട് ആഘോഷിക്കാം. പക്ഷേ കാര്യമായിട്ട് വില കൂടുതൽ ഒന്നിനുമില്ല ഇപ്രാവശ്യം. തക്കാളിയൊക്കെ 140 രൂപ, ഇപ്പോൾ 1 കിലോ 40 ഉള്ളൂ. 100 രൂപ 1 കിലോ പുറത്ത് കുറഞ്ഞു. ഇഞ്ചി 320 ആയിരുന്നു, ഇപ്പോൾ കിലോ 80 രൂപ ഉള്ളൂ. അതുപോലെ മുളക്, എല്ലാ സാധനവും വില കുറവാണ്. ഇത് 2 കിലോ കിഴങ്ങ് 50 രൂപ ഉള്ളൂ. കച്ചവടം നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും വന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട്. തിരുവോണം പടിവാതിൽക്കലെത്തി നിൽക്കെ നാടെങ്ങും വിവിധ ആഘോഷങ്ങളും നടക്കുകയാണ്. വിലക്കുറവും പ്രത്യേക കിഴിവും പ്രഖ്യാപിച്ച് വ്യാപാര മേഖലയാണ് ഓണാഘോഷം പൊലിപ്പിക്കുന്നത്. ഓണത്തിരക്കിൽ അലിഞ്ഞു കഴിഞ്ഞു നാടും നഗരവും. ഇനി അവസാനവട്ട ഒരുക്കത്തിനുള്ള പാച്ചിൽ. നേരം പുലർന്നാൽ തിരുവോണം. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. നാട് നഗരവും ഉത്രാട പാച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ മാർക്കറ്റുകളിൽ നിന്നൊക്കെയുള്ള തത്സമയ ദൃശ്യങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിന്റെ ഭാഗമായുള്ള കാഴ്ചക്കുല സമർപ്പണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുകയാണ്. രാജു, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിന ആശംസകൾ. അവിടെ ഒന്നാമത് നമുക്കറിയാം ഓണക്കാലമാണ്, അവധി ദിവസങ്ങളാണ്, അതിൻ്റെ വലിയൊരു തിരക്ക്. അതോടൊപ്പം ഈ പ്രത്യേകതരം ഈ അസുലഭ നിമിഷങ്ങളാണല്ലോ ഇത്തരത്തിലുള്ള കാഴ്ചക്കുല കൊണ്ടുള്ള ആ ഒരു സമർപ്പണമൊക്കെ കാണുക എന്നുള്ളത്. അത് കാണാനും വലിയ ഭക്തജന തിരക്കാണല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ആദ്യമായി ഓണാശംസകൾ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിവസമായ ഇന്ന് ഭക്തർ കാഴ്ചക്കുലകൾ കൊണ്ടുവന്ന് വഴിപാടായി ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം. അതിനായി ഭക്തർ കാഴ്ചക്കുലകൾ തോളിലേന്തി വരി വരിയായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ ഏറ്റവും മികച്ച കാഴ്ചക്കുലകളാണ് ഭക്തർ തെരഞ്ഞെടുക്കുക. ചിലർ അവരുടെ കൃഷി സ്ഥലത്ത് വിളഞ്ഞ കാഴ്ചക്കുലകളിൽ മികച്ചതും മറ്റു ചിലർ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മുന്തിയ ഇനം കാഴ്ചക്കുലകൾ തെരഞ്ഞെടുത്ത് വില കൊടുത്തു വാങ്ങി കൊണ്ടുവന്നും ഗുരുവായൂരപ്പന് സമർപ്പിക്കും. ഇതിനായി ഭക്തർ ദൂരസ്ഥലങ്ങളിൽ നിന്നും പോലും എത്താറുണ്ട്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി വഴിപാടായിട്ടാണ് തിരുമുൽ കാഴ്ചയായി ഈ കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നത്. രാവിലെ ശീവേലിക്ക് ശേഷം സ്വർണ്ണ കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കിലയും നെയ്വിളക്കും ഗണപതിക്ക് നാളികേരവും വെച്ച് ശംഖ് വിളിച്ച് ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ഭരണാധികാരികളും വിശിഷ്ട വ്യക്തികളും കാഴ്ചക്കുല സമർപ്പണം നടത്തും. അതിനുശേഷമാണ്
ഇടതടവില്ലാതെ ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിക്കുക. രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഇത് തുടരുകയും ചെയ്യും. ഇത്തരത്തിൽ വഴിപാടായി ലഭിക്കുന്ന കാഴ്ചക്കുലകളിൽ ഒരു പങ്ക് ദേവസ്വത്തിന്റെ ആനകൾക്ക് നൽകും. ഇതിനായി ആനക്കോട്ടയിൽ നിന്നും ദേവസ്വത്തിന്റെ ആനകളെ രാവിലെ തന്നെ വടക്കേ നടയിലെ ക്ഷേത്രക്കുളത്തിന് സമീപം നിരത്തി നിർത്തിയിട്ടുണ്ട്. ദേവസ്വം ചെയർമാൻ VK വിജയനും അഡ്മിനിസ്ട്രേറ്ററായ KP വിനയനും ചേർന്ന് ഈ ആനകൾക്ക് പഴക്കുലകളിൽ നിന്ന് ഒരു വിഹിതം നൽകും. കാഴ്ചക്കുലകളിൽ മറ്റൊരു പങ്ക് തിരുവോണ നാളിൽ ഭക്തർക്കായി ഒരുക്കുന്ന ഓണസദ്യക്ക് പഴം പ്രഥമനായി നീക്കിവെക്കും. ബാക്കി വരുന്ന പഴക്കുലകൾ ക്ഷേത്രത്തിന് പുറത്ത് വെച്ച് ലേലം ചെയ്ത് ഭക്തർക്കായി നൽകും. ഇത്തരത്തിൽ ഐശ്വര്യപൂർണമായ ഒരു ചടങ്ങാണ് ഈ കാഴ്ചക്കുല സമർപ്പണം. ഇതിനായി വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, തീർച്ചയായും രാജു, ഇപ്പോൾ ഈ നേർച്ചക്കുല സമർപ്പണം ആ ചടങ്ങ് ആരംഭിച്ചോ? ഇല്ല, അല്പസമയത്തിനകം ഈ കാഴ്ചക്കുല സമർപ്പണം ആരംഭിക്കും. കാരണം ശീവേലി കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ കാഴ്ചക്കുലകൾ ഭക്തർക്ക് സമർപ്പിക്കാനാവുക. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം കാഴ്ചക്കുല സമർപ്പണം നടക്കും. ആര്യ, ശരി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിന്റെ ഭാഗമായുള്ള കാഴ്ചക്കുല സമർപ്പണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജു ഗുരുവായൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓണത്തിന്റെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ താലോലിക്കുന്ന ഒട്ടേറെ പേരുണ്ട് നമുക്കിടയിൽ. പാടത്തും പറമ്പത്തും വഴികളിലും നിന്ന് നാട്ടുപൂക്കൾ പറിച്ച് പൂക്കൂടകൾ നിറച്ച് പൂക്കളമൊരുക്കുന്ന കാലം. മണ്ണുകുഴച്ച് മാതേവരെ തീർത്ത് പൂവിളി ഉയർത്തി ആഘോഷിച്ചിരുന്ന ആ ഓണക്കാലം ഓർമ്മയാണ്. ഓർമ്മകളിലെ ആ ഓണക്കാലത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ. കാണാം ആ നാട്ടോണം. നമസ്കാരം. ഓണക്കാലം ഓർമ്മകളുടെ കാലമാണ്. മാറിയ കാലത്തിനനുസരിച്ച് ഓണത്തിൻ്റെ രീതികളും ശൈലികളും ഒക്കെ മാറി. നാടൻ പൂക്കൾക്ക് പകരം അന്യസംസ്ഥാനത്തിലെ പൂക്കൾ നമ്മുടെ പൂക്കളങ്ങളെ നിറച്ചു തുടങ്ങി. മണ്ണിൽ നമ്മൾ തീർക്കുന്ന മാതേവർക്ക് പകരം മരത്തിൻ്റെ മാവേലി മാർക്കറ്റിൽ നിന്നും വീട്ടിലെത്താൻ തുടങ്ങി. പക്ഷേ ഇനിയുള്ള കുറച്ച് സമയം നമ്മൾ ആ പഴയ കാലത്തെ ഓണക്കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. എടപ്പാളിലെ നീളാചന്ദ്രൻ മാഷും കുട്ടികളും നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ആ പഴയകാല ഓണക്കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മാർക്കറ്റിലെ പൂക്കളെ കാത്തു നിൽക്കുന്ന ആധുനിക ബാല്യങ്ങൾക്ക് ഇത്തരം അന്യമായി പോകുന്ന മണ്ണും നമ്മുടെ സംസ്കൃതിയും ചെടികളും തരുക്കളും ലതകളും ഇല്ലാതാവുമ്പോൾ ഇതിനെ ഓർത്തെടുക്കാം നമുക്ക് ഈ ഓണത്തിൽ. ഇതാണ് ചിലന്തി. നമ്മുടെ വഴിയോരങ്ങളും വഴിത്താരകളിലും നിറഞ്ഞു നിന്ന ചിലന്തി. കൃഷ്ണകിരീടം കണ്ടുണ്ടോ നിങ്ങൾ? കൃഷ്ണകിരീടം. ഇത് കൃഷ്ണൻ്റെ കിരീടം പോലെയാണ്. ഇതിൻ്റെ കളറുകൾ തമ്മിലുള്ള ഒരു പാരസ്പര്യം നോക്കുന്നത്, വെള്ളയും ഒരു ചുവപ്പിനോട് ചേർന്ന ഒരു പ്രത്യേക കളറുമായിട്ട്. ഇത് ഉണ്ടച്ചെമ്പരത്തിയാണ്. ഉണ്ടച്ചെമ്പരത്തി 8 ഇതളുകളുണ്ടാവും. സാധാരണ ചെമ്പരത്തിക്ക് 4 ഇതളുകളാണ്. നമ്മുടെ വയലോരങ്ങളുടെ നാട്ടുവഴികളിൽ നിറഞ്ഞു നിന്ന കോളാമ്പി മഞ്ഞ. ഇതാണ് തെച്ചി. നമ്മുടെ എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും വീട്ടിൻ്റെ അതിരുകളിലൊക്കെ നിറഞ്ഞു നിന്ന തെച്ചി. ഓണത്തിന് അത്തത്തിൻ്റെ പൂക്കൾ, അത്തം മുതൽ 10 ദിവസം ഇടേണ്ട പൂക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുമ്പ. തുമ്പ ആദ്യത്തെ ദിവസം അത്തനാളിൽ തുമ്പ കൊണ്ട് ഒറ്റവരിയായി പൂക്കളിടുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ദിവസം തുമ്പയുടെ കൂടെ തുളസി ഇല കൂടി ചേർത്ത്, തുളസിയുടെ ഇല. മൂന്നാമത്തെ ദിവസം അതിൻ്റെ കൂടെ മുക്കുറ്റിയാണ്. മാധവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കളിൽ തുമ്പയും മുക്കുറ്റിയാണ് ഏറ്റവും. ഇതാണ് മുക്കുറ്റി. ഇത് നമ്മുടെ എല്ലാ വീട്ടിൻ്റെയും അതിരിൻ്റെയും ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ഉർവരമായ ഒരു പുഷ്പസങ്കല്പത്തിൽപ്പെട്ടതാണ് മുക്കുറ്റി. നാലാമത്തെ ദിവസം പൂക്കൾ 4 വർണ്ണങ്ങളുള്ള പൂക്കളാണ് 4-ാം ദിവസമുണ്ട്.
അഞ്ചാം ദിവസം ആകുമ്പോൾ 5 വരിയിൽ വർണ്ണവൈവിധ്യമുള്ള 6ാമത്തെ തൃക്കേട്ട ദിവസം മുതലാണ് എല്ലാ പൂക്കളും 8 തരം പൂക്കൾ. അന്ന് മുതൽ പൂക്കളങ്ങൾ വലുതാകും, പൂക്കളങ്ങൾക്ക് കാല് നീളും. പിന്നെ 7ാം ദിവസം മൂലത്തിൻ്റെ അന്ന് ചതുരക്കളാണ്. ഉത്രാടത്തിൻ്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം, വർണ്ണവൈവിധ്യം കൊണ്ട് നിറയുന്ന ഏറ്റവും വലിയ പൂക്കളം. മാധവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പൂക്കളിൽ ഒന്നാമനായിരുന്നു തുമ്പപ്പൂവ്. പൂക്കളിൽ മാധവൻ നെറുകിൽ വെച്ച പൂവായിട്ട് പോലും തുമ്പപ്പൂവാണ് പരിഗണിക്കുന്നത്. ഓണവുമായിട്ട് ഏറ്റവും കൂടുതൽ വലിയ ആത്മബന്ധമുള്ള പൂക്കളിൽ ഒന്നാമനാണ് തുമ്പപ്പൂവ്. മാത്രമല്ല, ഇത് അത്തനാളിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു വരിയായെങ്കിലും തുമ്പപ്പൂടെന്നാണ് പറയുക. ഇതാണ് അമ്പലത്തിൽ കാണുന്ന അരളിയാണ്. അരളി തന്നെ 3-4 തരത്തിലുണ്ട്. നല്ല മഞ്ഞ, കോളാമ്പിയുടെ മഞ്ഞ വേറെയാണ്, അലടിയുടെ മഞ്ഞ വേറെയാണ്. മഞ്ഞയിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ നാട്ടുപൂക്കളിലുണ്ടെന്നർത്ഥം. ഇത് ചുവപ്പരളി വളരെ കൗതുകമുള്ളതാണ്. മാത്രമല്ല, ഓരോ പുഷ്പങ്ങളുടെയും വൈവിധ്യം, നിറവൈവിധ്യം മാത്രമല്ല, അതിൻ്റെ രൂപവൈവിധ്യം നോക്കുക നിങ്ങൾ. മുക്കുറ്റി മധ്യത്തിൽ വെച്ചിട്ടാണ് പൂക്കളം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഏറ്റവും സ്ഥായിയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥം കേരളത്തിൻ്റെ ചരിത്രമായിട്ടും അതൊരു ഔഷധമായിട്ടും ചെടിയായിട്ടും അതുപോലെ പൂവായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സാധനമാണ് മുക്കുറ്റി. ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ നിന്ന് സംഭരിച്ച വർണ്ണവൈവിധ്യമുള്ള പൂക്കൾ ഇനി പൂക്കളം മെഴുകുന്നത് മുതൽ പൂക്കളം ഇടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ചില ഈടുവെപ്പുകളുണ്ട്. നമുക്ക് ചാണകം കൊണ്ടാണ്, ചാണകം കൊണ്ട് കളം മെഴുകുക ചെയ്യുക. ചാണകത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നാട്ടുപശുവിൻ്റെ ചാണകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശുദ്ധീകരിക്കുന്ന സാധനമാണ്. എന്ത് അശുദ്ധി ഉണ്ടെങ്കിലും അണുനാശിനി പോലെ ശുദ്ധീകരിക്കാൻ കഴിയുള്ള പ്രകൃതിദത്തമായ സാധനമാണ്. അതുകൊണ്ട് മെഴുകി ഈ പൂക്കളമിടണം. ഇങ്ങനെ 10 ദിവസം പൂക്കളിട്ട ആ വേദിയിലാണ് നമ്മൾ മാധവനെ പ്രതിഷ്ഠിക്കുന്നത്. മഹാബലി പാതാളത്തു നിന്ന് തുടങ്ങി ആ യാത്ര തുടങ്ങുന്ന സമയമാണ് അത്രയും വാസ്തവത്തിൽ പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ പൂക്കളിടാൻ തുടങ്ങും. ഇതിനുശേഷം ഈ 10 ദിവസം ഇട്ട പൂക്കളത്തിലാണ് നമ്മൾ മാധവരെ പ്രതിഷ്ഠിക്കുന്നത്. വാസ്തവത്തിൽ ഈ പൂക്കളം മാധവന്റെ ഇരിപ്പിടമാണ്. ആരപ്പുവേ 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 ഒന്നുകൂടി ആരപ്പുവേ എറോ 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 എറോ. എല്ലാവർക്കും സ്നേഹനിർഭരമായ ഓണം ഉണ്ടാവട്ടെ.
ഓണാശംസകൾ. യെസ്, വെൽക്കം ബാക്ക്. ഉത്രാട ദിനമായ ഇന്ന് തിരുവോണത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. പച്ചക്കറി, പൂ മാർക്കറ്റുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എറണാകുളം മാർക്കറ്റിൽ നിന്ന് നവമി ദിനേശ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഇപ്പോൾ പാലക്കാട് പൂ വിപണിയിൽ നിന്ന് എസ് വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിന ആശംസകൾ. എങ്ങനെയായി? ഓണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? ഉത്രാടപ്പാച്ചിൽ ആരംഭിച്ചോ വിനേഷിന്റെ? പാലക്കാട്ടെ ഓണം എങ്ങനെയുണ്ട്? ആര്യ, ഗുഡ് മോർണിംഗ്. പാലക്കാട് മേട്ടുപ്പാളയം സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ പൂവിപണി, അതായത് പൂ മാർക്കറ്റാണിത്. പൂവിപണി മാത്രമാണ് ഇപ്പോൾ രാവിലെ സജീവമായിട്ടുള്ളത്. നമുക്കറിയാം, മാർക്കറ്റ് മൊത്തം ഉണരണമെങ്കിൽ 10 മണിയെങ്കിലും കഴിയണം. പാലക്കാടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് പച്ചക്കറി മാർക്കറ്റും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സജീവമാകുന്നുണ്ട്. പക്ഷേ പുഷ്പ വിപണി രാവിലെ മുതൽ തന്നെ സജീവമായിരിക്കുന്നു. പക്ഷേ വലിയ തോതിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പോലെ വലിയ തോതിൽ ആളുകൾ എത്തുന്നില്ല. കാരണം മറ്റൊന്നല്ല, കാരണം ഇത് ഗ്രാമീണ മേഖലയാണ്. മിക്കവാറും വീടുകളിലെല്ലാം തന്നെ പൂവ് ഉണ്ട്. അതായത് പുഷ്പകൃഷി പോലും നടത്തുന്നവരാണ് പാലക്കാടുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് പൈസ കൊടുത്ത് പൂ വാങ്ങിക്കുന്നവർ ഈ നഗരത്തിലും മറ്റും ജീവിക്കുന്ന ആളുകൾ മാത്രമാണ്. ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. എന്തായാലും ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ പൂക്കൾ വാങ്ങിക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഇവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കൾ വരുന്നത്. ഉടുമൽപേട്ടിൽ നിന്നും അതുപോലെ തന്നെ പൊള്ളാച്ചിയിൽ നിന്നുമൊക്കെയാണ് കൂടുതൽ പൂക്കൾ ഇവിടെ ഈ വിപണിയിലെത്തുന്നത്. എന്തായാലും കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ആൾക്കൂട്ടമൊന്നും ഇവിടെ കാണാനില്ല. എങ്കിലും നമുക്ക് ഈ കടക്കാരനോട് ഒന്ന് ചോദിച്ചു നോക്കാം കച്ചവടത്തിൻ്റെ എങ്ങനെയുണ്ട് കച്ചവടം. കച്ചവടം കുഴപ്പമില്ല, സൂപ്പറാണ്. കൂടുതൽ എപ്പോഴാണ് വരിക? രാവിലെ ഹോൾസെയിൽ, ഉച്ചയ്ക്ക് ശേഷം റീറ്റെയിൽ. രാവിലെ കുറവാണ്. കാരണം ഒക്കെ കോയമ്പത്തൂർ പോയിട്ടും അവിടെ എവിടെയും എല്ലാവർക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. എവിടെ വില കമ്മിയോ അവിടെ അന്വേഷിച്ച് പോകും. നമ്മൾ വില കമ്മിയെ കൊടുത്ത് അവിടെ വരും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കച്ചവടം കുറവാണ്. കഴിഞ്ഞ വർഷം സൂപ്പറായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പ്രാവശ്യം മഴയില്ല, പൂവൊന്നും ഡാമേജ് ഇല്ല, നല്ല പൂക്കളാണ്. ഞങ്ങൾ കച്ചവടം നന്നായിരിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ വരെയും കച്ചവടം കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ്, വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല കച്ചവടമായിരുന്നു, ഈ പ്രാവശ്യം കുറവാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഏകദേശം മേടിച്ച് സെറ്റാണ്. 10,000 രൂപയ്ക്കുണ്ട്. ഞങ്ങൾ ഷോപ്പാണ്, അക്ഷയ ഗോൾഡ്. അവിടേക്ക് വേണ്ടി. അതെ, ശരി. എന്തായാലും ഈ പഴയ വിപണി അത്ര സജീവമല്ല. കാരണം ആളുകൾ അങ്ങനെ പഴയ പോലെ പൂ മേടിക്കാൻ വരുന്നില്ല എന്നാണ് കടക്കാരൻ പറയുന്നത്. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഈ സമയത്തെല്ലാം തന്നെ വലിയ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂവിനൊക്കെ തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നല്ല കച്ചവടം നടന്നിരുന്നു. ഇത്തവണ കുറവാണ് എന്ന് തന്നെയാണ് കടക്കാരൻ പറയുന്നത്. എന്തായാലും പാലക്കാടുള്ള ഈ മേട്ടുപ്പാളയം സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ ഏകദേശം ഒരു 300 മീറ്ററിലധികം ദൂരം കടകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ വലിയൊരു ആൾക്കൂട്ടമൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരങ്ങളിലും മറ്റും കൂടുതൽ ആളുകൾ പൂക്കൾ വന്ന് വാങ്ങി പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ രാവിലെ പ്രധാനമായും ആളുകൾ ഹോൾസെയിൽ ആയിട്ട് പൂക്കൾ കൊണ്ടുപോകുന്ന ആണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ കടക്കാരൻ പറയുന്നത്. എന്തായാലും ഇനി പച്ചക്കറി മാർക്കറ്റും മറ്റെല്ലാം തന്നെ സജീവമാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നലെ പൂരാടവാണിഭത്തിൻ്റെ ദിവസമായിരുന്നു. അതിനുശേഷം ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. അവസാനവട്ട മിനുക്കുപണികൾ അല്ലെങ്കിൽ അവസാനം മറന്നുപോയത് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കേണ്ടത് എല്ലാം ആ ദിനമാണ് ഇന്ന് പ്രധാനമായും. അതുകൊണ്ട് തന്നെ അങ്ങനെ നഗരത്തിൽ വലിയൊരു പാച്ചിലുണ്ടാവില്ലെങ്കിൽ പോലും ആളുകളെത്തും. രാവിലെ മുതൽ തന്നെ കടകളിലും മറ്റും തുണികളും മറ്റും മാറ്റി വാങ്ങുന്നതിനും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയ സാധനങ്ങൾ തികയാതെ വരുമ്പോഴും എല്ലാം തന്നെയാണ് ഈ ഉത്രാടത്തിന് ആളുകൾ എത്തുക. എന്തായാലും പൂവിപണി രാവിലെ ഈ പൂവിപണിയിൽ നിന്നുള്ളൊരു വിശേഷം ഇങ്ങനെയൊക്കെയാണ്. വിനേഷ, ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറെ കൂടിയൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുമായിരിക്കും അല്ലേ? ഇപ്പോൾ എന്തായാലും ഉത്രാട ദിനത്തിന്റെ ഒരു പകലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ തിരുവോണ ദിനത്തിലായിരിക്കും കുറച്ചുകൂടി വലിയ കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണപ്പൂക്കളം ഒക്കെ തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും വിപണി സജീവമാകുമെന്ന് കരുതാം അല്ലേ? ഈ പൂവിന്റെ വിലയൊക്കെ എങ്ങനെയുണ്ട്?
പൂവിന് വില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ വില കുറവുണ്ട്. കാരണം പൂ വ്യാപകമായി ഇവിടെ എത്തിത്തുടങ്ങുന്നുണ്ട്. മാത്രമല്ല പ്രാദേശികമായി തന്നെ ഇവിടുത്തെ ഗ്രാമീണ മേഖലയിൽ തന്നെ ഇത്തരത്തിൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നുണ്ട് ആളുകൾ. അതുകൊണ്ട് തന്നെ അതും ഈ വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല കൂടുതലും ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കൾ വരുന്നത്. പൊള്ളാച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ഉടുമൽപേട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ പൂക്കൾ വരുന്നത്. ഈ ഓണത്തിൻ്റെ ഒരു സീസൺ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷി അല്ലെങ്കിൽ പൂക്കൾ എത്തുന്നതുണ്ട്. അതായത് ഈ പുഷ്പകൃഷി നടത്തുന്നവരുണ്ട് തമിഴ്നാട്ടിൽ. അപ്പോൾ അതെല്ലാം തന്നെ വ്യാപകമായി തന്നെ പൂക്കൾ ഇവിടെ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഗ്രാമീണ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൂടുതൽ കടകളിൽ നിന്ന് മേടിക്കാതെ സ്വന്തം പിന്നെ പൂക്കൃഷി നടത്തുന്ന ആളുകളുണ്ട്. ഈ ഓണത്തിന് വേണ്ടി മാത്രം പൂക്കൾ തയ്യാറാക്കുന്ന ആളുകളും എല്ലാം തന്നെ ഈ പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നഗരത്തിലുള്ള ആളുകളാണ് പ്രധാനമായും ഇവിടെ പൂക്കൾ വാങ്ങാൻ എത്തുന്നത്. അല്ലാത്ത ആളുകളെല്ലാം തന്നെ ഗ്രാമീണ മേഖലയിലുള്ളവരെല്ലാം തന്നെ ആ രീതിയിൽ പൂക്കൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടു കൂടി ഏകദേശം ഓണ ആഘോഷങ്ങളൊക്കെ കഴിയും. കാരണം ഓഫീസുകളിലും മറ്റുമെല്ലാം തന്നെ ഓണാഘോഷങ്ങളെല്ലാം പൊടിപൊടിക്കുകയാണ്. അതെല്ലാം തന്നെ ഇന്നത്തോടു കൂടി കഴിയും. നാളെ തിരുവോണമാണ്. അപ്പോൾ അതിൻ്റെ അവസാനവട്ട ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ് മലയാളികൾ. ശരി വിനേഷ് എന്തായാലും തുടരുക. പൂ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് പാലക്കാട് നിന്ന് വിനേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സജീവമല്ല, അത്ര കുറച്ചാളുകളൊക്കെ തന്നെയേ ഉള്ളൂ. എന്തായാലും വൈകുന്നേരം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം കുറെ കൂടി ആളുകൾ എത്തുമെന്നാണ് കരുതുന്നത്. പൂവിനൊക്കെ താരതമ്യേന വില കുറവാണ് എന്നുള്ളതാണ് വിനേഷ് പറയുന്നത്. എന്തായാലും എറണാകുളം മാർക്കറ്റിൽ നിന്ന് നമുക്കിപ്പം നവമി ദിനേശ് കൂടി ചേരുകയാണ്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിന ആശംസകൾ. എങ്ങനെയുണ്ട് എറണാകുളത്തെ ഓണമൊക്കെ? ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലേക്ക് കടന്നിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ആര്യ. ആദ്യം തന്നെ ആര്യയ്ക്കും ഓണാശംസകൾ നേരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റിലാണ്. ഇവിടെയൊക്കെ വിപണി ഉണർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് മലയാളികൾ ഉത്രാട പാച്ചിലാണ്. അവസാനവട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ, ഇനിയും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കേണ്ട ഒരു ദിവസമാണ്. നാളെ നേരം പുലർന്നാൽ തിരുവോണമായി. ഈ തിരുവോണത്തിനുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഈ 10 ദിവസമായിട്ട് തുടരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു വർഷം തന്നെ കാത്തിരിക്കുന്നത് ഈ തിരുവോണ നാളിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ് മലയാളികൾ. പച്ചക്കറികളും പുത്തനുടുപ്പും ഓണക്കോടിയും ഒക്കെ മേടിച്ച് എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ കടയിലുള്ള ചേട്ടന്മാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണക്കച്ചവടം? കച്ചവടം കുറവാണ്. പഴയ പോലെയുള്ള കച്ചവടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. വില വലിയ കൂടുതലില്ല, വിലയെല്ലാം കുറവ് തന്നെയുള്ളൂ. ആ നിലവിലുണ്ടായിരുന്ന വിലയിൽ നിന്ന് വളരെയധികം കുറഞ്ഞിട്ടുള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല. എങ്കിലും കച്ചവടം പൊതുവേ കുറവാണല്ലേ? കച്ചവട പദ്ധതിയിൽ പറയുമ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഇന്നലെ തുറന്നിട്ട് ഞായറാഴ്ച ഇന്നലെ തുറന്നിട്ട് ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇന്നും ആ ഒരു അവസ്ഥ തന്നെ ആയിരിക്കുള്ളൂ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ആളുകളൊന്നും തന്നെ കാണാനില്ല. എന്തായാലും കച്ചവടത്തിൻ്റെ കുറവ് ശരിക്കും അറിയുന്നുണ്ട്. ഈ ഉത്രാടം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കുമല്ലോ ആ ഒരു ഉത്രാട പാച്ചിൽ. അതിലെങ്കിലും അത്യാവശ്യം ഒരു കച്ചവടം നടക്കുന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കച്ചവടം ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്രതീക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് മെയിനായിട്ടുള്ള ഹോൾസെയിൽ കച്ചവടം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അതിനുള്ള ആളുകളെ കാണുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. ഈ അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ അത്ര ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും പൊതുവെ ഈ കച്ചവടം കുറവ്? ഈ കാറ്ററിംഗ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കോ? കാറ്ററിംഗിന്റെ കുറെ ഉണ്ട്. കാറ്ററിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാതെ തന്നെ വീട്ടിൽ സാധനങ്ങൾ എത്തുന്നുണ്ട്. ഒന്നും അറിയണ്ട, പൈസ കൊടുക്കുക, സാധനം മാന്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടിലെത്തുക, കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് മൊത്തത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് വർഷങ്ങളായിട്ട് അതുണ്ട്. പക്ഷെ ഓരോ വർഷം ചെല്ലുന്നൂറ് അത് കൂടിയാണ് വരുന്നത് കാറ്ററിംഗിന്റെ ടീമുകളുടെ. ചേട്ടൻ്റെ ഓണമൊക്കെ എവിടെ എത്തി? ഞങ്ങളൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാളെ നേരം നമ്മൾക്ക് അറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ. വീട്ടിലെല്ലാ സാധനങ്ങളൊക്കെ മേടിച്ചു? അത്യാവശ്യം എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നാളെ റെഡിയാവുള്ളൂ, രാവിലെ തന്നെ റെഡിയാവുള്ളൂ. താങ്ക് യു. അപ്പോൾ പറഞ്ഞതുപോലെ പൊതുവേ കച്ചവടം കുറവാണ്. ഇന്നലെ നമ്മൾ ഈ വസ്ത്രവിപണിയിലൊക്കെ ചെന്നപ്പോഴും അവരും പറയുന്നത്, കച്ചവടക്കാർ പറയുന്നത് പൊതുവേ അവർക്കും ഇത്തരത്തിൽ ഒരു ഈ വർഷത്തെ ഓണത്തിനായിട്ടുള്ള ഒരു കച്ചവടമൊക്കെ കുറവാണ്. ഈ ഓൺലൈനൊക്കെ വന്നപ്പോൾ ആയിരിക്കും അവർക്ക് ഇത്തരത്തിൽ കച്ചവടമൊക്കെ കുറയുന്നതെന്നാണ് അവർ പറയുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഈ പച്ചക്കറി കടക്കാരും പറയുന്നത്. പൊതുവേ ഇത് ആൾക്കാരൊന്ന് തിരക്ക്, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻവർഷം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലുള്ളൊരു തിരക്ക് അനുഭവം
അനുഭവപ്പെടുന്നില്ല. ഈ കാറ്ററിങ്ങും ഹോട്ടലുകളിലൊക്കെ പോയിട്ട് ഈ ആഹാരം കഴിക്കുന്ന ഒരു രീതി വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കുറവെന്നാണ് ഇവരുടെയും പരാതി. എങ്കിൽ പോലും ആളുകൾ പൊതുവേ നമ്മൾ നിരത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഇന്നലെ എറണാകുളത്തൊക്കെ നല്ല തിരക്കായിരുന്നു. അവസാനവട്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ, അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിലൊരു ഓണസദ്യ ഒരുക്കി എല്ലാവരും കൂടിയിരുന്ന് കഴിക്കുന്നത് അത് മറ്റൊരു സന്തോഷം തന്നെയാണ്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന് ഈ 10 ദിവസം ഇങ്ങനെ ആഘോഷിച്ച് ഓരോ ദിവസവും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലുള്ളൊരു സന്തോഷം തന്നെയാണ്. എന്തായാലും ആര്യ, വിപണിയെല്ലാം ഉണർന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 9-10 മണിയോടുകൂടി ആകുമ്പോഴത്തേക്കും ഈ നല്ല തിരക്ക് അനുഭവപ്പെടും. ഒപ്പം തന്നെ ഇതിന് തൊട്ടപ്പുറത്താണ് ബ്രോഡ്വേ. അവിടെയാണ് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ, വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെ വില കുറച്ച് ലഭിക്കുന്ന ഒരു കട കൂടിയാണ്. അപ്പോൾ അവിടെയും ഇന്നലെയൊക്കെ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ അത്തരത്തിലുള്ള തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മലയാളികൾ തിരുവോണത്തെ വരവേൽക്കാനായി, മാവേലി മന്നനെ വരവേൽക്കാനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. ഈ ഓണം മഴ മാറി നിൽക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അത്തരത്തിൽ എന്തായാലും ചൂടുണ്ട്, നല്ല ഓണച്ചൂട് തന്നെ ഉണ്ട്. എങ്കിൽ പോലും നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. ആര്യ, ശരി നവമി. എന്തായാലും നവമി പറഞ്ഞതുപോലെ തന്നെ കാലം കുറച്ചധികം മാറിപ്പോയി. കാരണം ആളുകളൊന്നും പഴയതുപോലെ ഈ മാർക്കറ്റുകളിലേക്കൊന്ന് നേരിട്ടെത്തി പച്ചക്കറികൾ വാങ്ങി വീടുകളിൽ സദ്യ ഒരുക്കുന്ന കാലത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ ഓൺലൈൻ വ്യാപാരമൊക്കെ സജീവമായതോടുകൂടി ഇത്തരത്തിൽ സദ്യ ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ ഓൺലൈനിലൂടെ വാങ്ങാം എന്നുള്ള ഒരു തരത്തിലേക്കാണ് ആളുകൾ ചിന്തിക്കുന്നത്. പുറത്തേക്കിറങ്ങിയുള്ള അത്തരത്തിൽ മാർക്കറ്റിൽ വന്നുള്ള പർച്ചേസിംഗ് ഒക്കെ വളരെ കുറവാണ്. നേരത്തെ വിനേഷും പറഞ്ഞു, ഈ പൂ മാർക്കറ്റിലേക്കൊക്കെ ആളുകൾ വരുന്നത് അവിടെ പാലക്കാട് ഇപ്പം കുറവായിട്ട് കണ്ടു. പാലക്കാട് പിന്നെ തദ്ദേശീയമായ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ പൂക്കളൊക്കെ ലഭ്യമാണ്. അതുകൊണ്ട് കൂടിയിട്ടാകാം ഒരു പക്ഷേ അവിടുത്തെ ഒരു കുറവ്. പക്ഷേ ഈ പൂ മാർക്കറ്റിൽ ആളുകളെ കുറവ് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഈ പച്ചക്കറി മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ കാണും. എന്തായാലും അവസാന ലാപ്പിലെ ആ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ പർച്ചേസിൻ്റെ ഒരു കാലം അത് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും താങ്ക് യു നവമി. ഞാൻ ഒരിക്കൽ കൂടി വിനേഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. വിനേഷ്, അവിടെ ഈ നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൂടിപ്പോൾ ഭയങ്കര കൂടുതലാണ് സംസ്ഥാനത്ത്. അതായത് നമുക്ക് മഴയൊക്കെ ലഭിക്കേണ്ട ഒരു സമയമായിരുന്നു. പക്ഷേ അതിന് കാലാവസ്ഥ അതിലും വിപരീതമായിട്ട് വളരെ വലിയ ചൂടിലേക്ക് പോവുകയാണ്. ചൂട് മുന്നറിയിപ്പ്, താപനില ഉയരുമെന്നുള്ള മുന്നറിയിപ്പ് ആണ് പല ജില്ലകളിലും നൽകിയിട്ടുള്ളത്. ഈ പാലക്കാട് പൊതുവേ നല്ല ചൂടാണ്. ഇപ്പോൾ എന്താണ് ഒരു അവസ്ഥ? ഈ ചൂട് കൂടുന്നത് കൊണ്ട് ആളുകൾ ഈ പുറത്തേക്കിറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങുന്നതും ഒക്കെ കുറഞ്ഞു വരുന്നുണ്ടോ? ആര്യ, പാലക്കാട് പൊതുവെ ചൂട് കൂടുതലാണ്. കാരണം ഈ ചിങ്ങമാസത്തിൽ ഈ സമയത്തെല്ലാം തിരിമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഇത് കാർഷിക മേഖലയെയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പുഷ്പകൃഷിയെയും എല്ലാം തന്നെ വ്യാപകമായി തന്നെ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുഴൽക്കിണർ കൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് തന്നെ. ഇവിടുത്തെ പച്ചക്കറി മേഖലയാണെങ്കിലും മറ്റ് കാർഷിക മേഖലയെല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇങ്ങനെയാണ്. കാരണം വെള്ളമില്ല, അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രതികൂല വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. ഒരു പക്ഷേ ആളുകൾ പുറത്തിറങ്ങാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കണം. കാരണം നിർജ്ജലീകരണം ഉൾപ്പെടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആളുകൾ പതിവ് പോലെ ഒരു പക്ഷേ ഇന്ന് ഇറങ്ങാൻ സാധിക്കും. കാരണം ഇന്നലെ പുരാട വാണിഭത്തിന് പരമാവധി ആളുകൾ നഗരം കീഴടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കാരണം ഈ പലയിടങ്ങളിലും വൈകുന്നേര സമയങ്ങളിലെല്ലാം തന്നെ ഗതാഗത സ്തംഭനം ഉണ്ടായിരുന്നു. ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങുന്ന ഒരു അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിലൊന്നും ഒരു പക്ഷേ ആര്യ പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈൻ വ്യാപാരം വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ഓൺലൈനിലൂടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ളൊരു സംവിധാനം അത് കുറച്ചുകൂടെ ഫലപ്രദമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റീസണബിൾ ആണ് എന്നുള്ളത് തോന്നിയത് കൊണ്ടായിരിക്കണം ആളുകൾ കൂടുതൽ അങ്ങനെ അതിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും ഈ നഗരത്തിലെ മാർക്കറ്റുകളെ കൈയൊഴിയാനുള്ളൊരു പ്രധാന കാരണം. എന്തായാലും നമുക്കറിയാം മറ്റൊരു വലിയൊരു പൊലിമയൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്, കച്ചവടക്കാർ പറയുന്നത്. അതായത് കൂട്ടത്തോടെ പഴയ പോലെ ആളുകൾ എത്തുന്ന ഒരു അവസ്ഥ കാണാനില്ല. നമുക്കറിയാം കോവിഡിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ ഒരു മാറി വരുന്നേ ഉള്ളൂ നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ ആളുകൾ മാറി വരികയും സാമ്പത്തികപരമായുള്ള ആ ഒരു
സാമ്പത്തിക ആ ഒരു പിന്നെ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് വരുന്നൊരു സമയം കൂടിയാണ്, ഈ ഒരു കാലത്ത് കൂടിയാണ് ഓണം വരുന്നത്. എന്തായാലും ഈ കാലാവസ്ഥയിലെ ഈ ഒരു പ്രതികൂല വ്യതിയാനം കാര്യമായി തന്നെ ബാധിക്കും. കർക്കിടക ചിങ്ങമാസത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ ഒരു തുള്ളി മഴ ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ പെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ആളുകൾ ഇറങ്ങാത്തത് ഒരു പക്ഷേ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമായിക്കോണമെന്നില്ല. കാലാവസ്ഥാ മാറ്റവും അതേപോലെ തന്നെ ആളുകളുടെ രീതികളും മാറിയതൊക്കെ തന്നെയും ഓണവിപണിയും പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ നവമിയും വിനേഷും ഒക്കെ കാണിച്ചു തന്ന കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാർക്കറ്റുകളിലേക്കൊന്നും അധികമായി ആളുകൾ എത്തുന്നില്ല. ഒരുപക്ഷെ ഇനിയിപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ വിപണി സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഉത്രാടപ്പാച്ചിലിൻ്റെ ശരിയായ കാഴ്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നവമിയും വിനേഷുമാണ് വിവരങ്ങൾ നൽകി. ഓണസദ്യയ്ക്ക് ഏറ്റവും പ്രധാനമാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. ഇടുക്കിയിലെ വീടുകളിലേക്ക് ആവശ്യമായ ഉപ്പേരിയും ശർക്കര വരട്ടിയും തയ്യാറാക്കിയിരിക്കുകയാണ് മരിയപുരത്തെ കരിക്കൻ വാലി ഫുഡ് പ്രൊഡക്റ്റിലെ സ്ത്രീകൾ. ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്നത് ഉപ്പേരിയും ശർക്കര വരട്ടിയും തന്നെയാണ്. ഓണസദ്യയ്ക്കായി ഇവ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് ഇടുക്കിയിലെ ഈ വനിതാ കൂട്ടായ്മ. മരിയപുരം പഞ്ചായത്തിലെ ഉപ്പുതോട് കരിക്കൻ വാലി ഫുഡ് പ്രൊഡക്ട്സ് എന്ന സംരംഭത്തിന്റെ കീഴിൽ 10 സ്ത്രീകൾ ചേർന്നാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും മറ്റു പലഹാരങ്ങളും ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 5 പേര് ചേർന്നൊരു മില്ലാണ്, ഫ്ലവർ മില്ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 5 പേരിൽ നിന്ന് എനിക്ക് സ്വന്തമായിട്ട് കൂടെ ഒരു പ്രത്യേകമായിട്ടൊരു വരുമാനം കണ്ടെത്തണം എന്നുള്ള തോന്നലിൽ ചിപ്സ് യൂണിറ്റ് ആരംഭിക്കുകയും അതിൻ്റെ അകത്ത് ഞങ്ങളൊരു 3-4 പണിക്കാർക്ക് പണി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ചിപ്സ്, ശർക്കര വരട്ടി എന്ന സാധനങ്ങൾ ഞങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. കായ്ക്കൊക്കെ നല്ല വിലയാണ് എങ്കിൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് വലിയധികം ഒരു ലാഭം പ്രതീക്ഷിക്കാതെ കൊണ്ട് തന്നെ ഈ ഓണക്കാലം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ, എന്നാലും ബിസിനസ് മുന്നോട്ട് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒത്തിരി ലാഭം വരാത്ത രീതിയിലാണെങ്കിലും വിപണിയിലേക്ക് ഞങ്ങളിത് ശർക്കര വരട്ടിയും ചിപ്സ് എത്തിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉപ്പേരി നിർമ്മാണം. ഏത്തക്കായയ്ക്ക് വിപണിയിൽ വിലവർധനയുണ്ടായെങ്കിലും ഉപ്പേരി വിലയിൽ കാര്യമായ വർധന വന്നിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഉപ്പുതോടി സ്വദേശിനി ശാലിനിയുടെ നേതൃത്വത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഓണത്തിനായി വിപുലമായ ഒരുക്കങ്ങളുമായി KTDCയും ഓണസദ്യയും പായസവും എല്ലാം KTDC ആഹാർ റെസ്റ്റോറന്റിൽ തയ്യാറാണ്. കാണാം ആ കാഴ്ച. ഓണാഘോഷങ്ങളുടെ ഭാഗമായി രുചിഭേദങ്ങൾ ഒരുക്കി കൃഷ്ണപുരം KTDC ആഹാർ റെസ്റ്റോറന്റ്. വിപുലമായ പായസമേളയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നാളെ വരെയാണ് മേള. അടപ്രഥമൻ, പാലട, കടലപ്രഥമൻ, കരിക്കുപായസം, ചെറുപരിപ്പ് പായസം, ചക്കപ്രഥമൻ, മുന്തിരിപ്പായസം, നവരസ പായസം തുടങ്ങി വ്യത്യസ്ത തരം പായസങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. 20 വിവിധ തരത്തിലുള്ള രുചിക്കൂട്ടുകൾ ഭേദങ്ങളുള്ള പായസങ്ങളാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അതിൽ വരുന്നത് നമ്മുടെ ട്രഡീഷണൽ പായസങ്ങളായ അടപ്രഥമൻ, കടലപ്രഥമൻ, പാലട പായസം, പാൽപ്പായസം. അതുകൂടാതെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ നിന്നും ഡ്രൈ യൂണിറ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത മുളയരി, ബാംബു റൈസ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ആയുർവേദപരമായിട്ടുള്ള ഒരു പായസമാണ്. അതാണ് ഈ ഒരു പായസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മുളയരി പായസമാണ് സ്പെഷ്യൽ. വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന മുളയരി കൊണ്ടാണ് പായസം തയ്യാറാക്കിയത്. നമ്മൾ മുളയരി പായസം നമ്മൾ വയനാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പായസം അടിക്കുന്നത്. ഇതൊരു ഹെൽത്ത് പ്രോഡക്റ്റും കൂടിയാണ് ഈ മുളയരി പായസം. അതങ്ങനെ കിട്ടാൻ കുറവാണ് ഈ മുളയരി. 1 ലിറ്റർ, അര ലിറ്റർ പാക്കറ്റുകളിൽ പായസം ലഭ്യമാണ്. വ്യത്യസ്ത തരം പായസങ്ങൾ രുചിച്ചു നോക്കാനും ഇവിടെ സൗകര്യമുണ്ട്. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഓണസദ്യയും ഒരുക്കും. ന്യൂസ് 18 കായംകുളം. ഓണം ദേ ഇങ്ങനെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം അത് പകുതി പോലും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ വരെ 2,59,879 പേർക്കാണ് കിറ്റ് നൽകാൻ കഴിഞ്ഞത്. ഇന്നുകൂടി വിതരണം ചെയ്യുന്നതോടെ 80% പേർക്കും കിറ്റ് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എല്ലാ കിറ്റുകളും റേഷൻ കടയിൽ എത്തിച്ചതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. ഇതിനു പുറമെ ആദിവാസി ഊരുകളിലെയും ക്ഷേമ സ്ഥാപനങ്ങളിലെയും ഓണക്കിറ്റ് വിതരണം പൂർത്തിയായിട്ടുണ്ടെന്നും അറിയിച്ചു.
ഉത്രാട ദിനത്തിൽ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടിന് മാറ്റമില്ല. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മണർക്കാട് പഞ്ചായത്തിൽ വാഹന പര്യടനം നടത്തും. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത വോട്ടർമാരെയും കണ്ടാണ് LDF സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെയും ലിജിൻ ലാലിന്റെയും പ്രചരണം. ഓണമായതിനാൽ പൊതുസമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. വിവരങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്ന് ഐശ്വര്യ അനിലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഐശ്വര്യ, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിന ആശംസകൾ. എന്തായാലും ഓണച്ചൂടിലേക്ക് നമ്മളെല്ലാം കടന്നെങ്കിലും അവിടെ പോരാട്ടച്ചൂടിന് ഒരു ശമനവുമില്ല. ഓണത്തിൻ്റെ ആഘോഷങ്ങളും ആഹ്ലാദവും ഒക്കെ ഒരു വഴിക്ക് പോകും. ഓണം കഴിഞ്ഞാൽ ഉടനെ അവിടെ തെരഞ്ഞെടുപ്പാണ്. ആരാണ് ഇനി പുതുപ്പള്ളിയെ നയിക്കുക എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് എല്ലാവരും. പുതുപ്പള്ളിക്കാർക്കൊപ്പം ആ ഒരു പ്രചരണ ചൂടിലേക്ക് കൂടി മലയാളികൾ ചേരുകയാണ്. എങ്ങനെയാണ് ഈ ഓണക്കാലത്തെ പ്രചരണമൊക്കെ അവിടെ? ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനമാണെങ്കിൽ പോലും പ്രചരണത്തിനൊന്നും വലിയ മാറ്റമില്ല. അതായത് പോരാട്ട ചൂടിന് ഒരു അയവും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പുതുപ്പള്ളിയിൽ നിന്ന് കാണാനാകുന്നത്. സ്വാഭാവികമായും ഓണാവധിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ തന്നെ വീട്ടിലിരിക്കും, ഓണം ആഘോഷിക്കും, ബന്ധുജനങ്ങളെയൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ചും ആ രീതിയിലുള്ള ആഘോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ടെത്തി കാണാനുള്ള അവസരമായാണ് സ്ഥാനാർത്ഥികൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹന പര്യടനമൊക്കെ ഒഴിവാക്കി വീടുകളിലെത്തി നേരിട്ട് വോട്ടുറപ്പിക്കുകയായിരിക്കും ഈ 2-3 ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ ലക്ഷ്യമിടുക. ഇന്ന് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മണർക്കാട് പഞ്ചായത്തിൽ വാഹന പര്യടനം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 8:30യോടുകൂടിയായിരിക്കും അതിന് തുടക്കമാവുക. ബെന്നി ബെഹനാനാണ് ഇന്നത്തെ വാഹന പര്യടനം അതിന് തുടക്കം കുറിക്കുക എന്ന് മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് LDF ക്യാമ്പിലും BJP ക്യാമ്പിലും ഈ രീതിയിലുള്ള പ്രചരണമല്ല. ഇന്ന് ഈ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ഒപ്പം തന്നെ ഈ വോട്ടർമാരെ നേരിട്ടെത്തി കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുമുള്ള ഒരു പ്രചരണ രീതിയിലേക്കാണ് LDFും NDAയും കടക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ പൊതുസമ്മേളനങ്ങളൊന്നും തന്നെ ഇന്ന് നിശ്ചയിച്ചിട്ടില്ല. നിലവിലത്തെ ഷെഡ്യൂൾ പ്രകാരം പൊതുസമ്മേളനങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരം പൊതുസമ്മേളനങ്ങളിലേക്ക് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ജനങ്ങളോ എത്തില്ല. പ്രത്യേകിച്ച് ഉത്രാട ദിനമാണ്, നാളെ തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള പ്രചരണത്തിലേക്ക് മുന്നണികൾ കടക്കുന്നില്ല. എങ്കിൽ പോലും നേരിട്ടെത്തി വോട്ടർമാരിലേക്ക് എത്തി വോട്ട് അഭ്യർത്ഥിക്കുക. അതിനപ്പുറത്തേക്ക് കിറ്റ് അടക്കമുള്ള വിഷയമുണ്ട്. കാരണം പുതുപ്പള്ളിയിലെ കിറ്റ് വിതരണം തടഞ്ഞൊരു സാഹചര്യം. ആ സാഹചര്യത്തിലടക്കം ജനങ്ങളെ നേരിട്ട് കണ്ട് ഈ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി തങ്ങളുടെ വോട്ട് ഉറപ്പാക്കുകയാണ് ഓരോ മുന്നണികളുടെയും ലക്ഷ്യം. ആര്യ. പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട പത്രം 18 സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. കിരൺ ബാബു ആണ് പത്രം 18മായി നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിന ആശംസകൾ. പത്രങ്ങളിൽ ഏതൊക്കെ വാർത്തകളാണ് പ്രധാനമായും ഇടം പിടിച്ചിരിക്കുന്നത്? നമ്മുടെ നീരജ് ചോപ്രയും പുതുപ്പള്ളിപ്പോരും പിന്നെ ഓണവിഭവങ്ങൾക്കും ഒക്കെയാണോ പ്രാധാന്യം? ആര്യ പറഞ്ഞത് തന്നെയാണ്. നീരജ് ചോപ്രയുടെ നേട്ടം തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയായി. പക്ഷേ പലപ്പോഴും എല്ലാ പത്രങ്ങളും അത് ഇന്നലെ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി വളരെ വൈകിയാണ് ആ വാർത്ത വന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ എഡിഷനുകളിൽ മാത്രമാണ് നീരജ് ചോപ്രയുടെ വാർത്ത മിക്ക പത്രങ്ങൾക്കും ചേർക്കാൻ കഴിഞ്ഞത്. എന്നാലും ഒട്ടുമിക്ക പത്രങ്ങളും സിറ്റി എഡിഷനിലൊക്കെ, സിറ്റി എഡിഷനിലാണ് സാധാരണ ഏറ്റവും അവസാനം അടിക്കുന്നത്, ആ എഡിഷനിലൊക്കെ ഇത് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളിടത്തൊക്കെ എന്തായാലും നാളെ മാത്രമേ ആ വാർത്ത എത്തുകയുള്ളൂ. ആ പത്രത്തിൽ വിശദാംശങ്ങളൊക്കെ സഹിതം എത്തിക്കാൻ കഴിയും. അത്രത്തോളം ലേറ്റായിട്ടായിരുന്നു ഈ വാർത്ത വന്നത്. എന്തായാലും പത്രം 18ലേക്ക് സ്വാഗതം. നീരജ് ചോപ്രയുടെ അഭിമാന നേട്ടം തന്നെയാണ് സിറ്റി എഡിഷനുകളിലെ ഏറ്റവും പ്രധാന വാർത്തയായി മിക്ക പത്രങ്ങളും, മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി അതുല്യം നീരജ് എന്നാണ് നൽകിയിരിക്കുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം, സുവർണ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം. നീരജ് ചോപ്ര ഒരിക്കൽ കൂടി കായിക ലോകത്തിന്റെ നെറുകയിൽ. ബുഡാപെസ്റ്റിൽ ത്രിവർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച ഇന്ത്യൻ താരം ജാവലിൻ ത്രോയിൽ സ്വർണം സ്വന്തമാക്കി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ആദ്യ സുവർണ നേട്ടം. അത്ലറ്റിക്സിൽ ഇന്ത്യ നേടുന്ന ആദ്യ സുവർണ നേട്ടം കൂടിയാണ് ഇത്. എന്തായാലും അതിനെ ആഘോഷപൂർവ്വം തന്നെയാണ് എല്ലാ പത്രങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അത് അകത്തെ പേജിൽ ഒരു പ്രത്യേക സ്പോർട്സ് പേജിൽ കൂടി സ്റ്റോറി മാതൃഭൂമി എന്തായാലും നൽകിയിട്ടുണ്ട്. ആ മാതൃഭൂമിയിൽ പൊന്നേർ എന്ന അതിമനോഹരമായ ഒരു തലക്കെട്ട് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ എയർ ഫൗളായിരുന്നു. രണ്ടാമത്തെ എയറിലാണ് ഏറ്റവും കൂടുതൽ ദൂരം പിന്നിട്ടത്, 88.17. പിന്നീട് 3, 4, 5, 6 ചാൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 88ലേക്ക് ഉയരാൻ ഒരു തവണ പോലും കഴിഞ്ഞില്ല. പക്ഷേ രണ്ടാം എയർ കൊണ്ട് തന്നെ അതിൽ സ്വർണം ഉറപ്പിച്ചാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു പിന്നീടുള്ള ഓരോ എയറുകളും. മറ്റൊന്ന്, ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 160ാം ജന്മദിനമാണ്.
അദ്ദേഹത്തെക്കുറിച്ചുള്ള കേരള പ്രധാനപ്പെട്ട പല പത്രങ്ങളിലും ഒന്നാം പേജിലും അതോടൊപ്പം തന്നെ എഡിറ്റ് പേജിലുമെല്ലാം ആർട്ടിക്കിളുകളെല്ലാം വിശദമായി തന്നെയുണ്ട്. ഒരു കാലത്ത് മണ്ണിൽ പണിയെടുത്തിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ വിദ്യാഭ്യാസ അവകാശങ്ങളിൽ നിന്നും സാമൂഹ്യ അവകാശങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന ഒരു കാലത്ത് വിപ്ലവ പോരാളിയായി നിന്നുകൊണ്ട് അതിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആ ജനവിഭാഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മിക്ക പത്രങ്ങളും ചില പത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഒഴിവാക്കിയിട്ടുള്ള മറ്റു പത്രങ്ങളെല്ലാം തന്നെ വിശദമായ ആർട്ടിക്കിളുകളെല്ലാം അകത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ഒന്നാം പേജിൽ അതിനെക്കുറിച്ചുള്ള പടവും ചിത്രവും കുറിപ്പുമൊക്കെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ അതിമനോഹരമായ ഒരു ചിത്രമാണ്. ഈ ചിത്രം തീവണ്ടി വന്നാൽ ഞാനെന്ത് ചെയ്യാനാ എന്ന ക്യാപ്ഷൻ കൂടി നൽകിയിരിക്കുന്നു. കഞ്ചിക്കോട് മലമ്പുഴ ഭാഗങ്ങളിൽ കൃഷി നശിപ്പിച്ച് അലഞ്ഞു തിരിയുന്ന PT5 പാലക്കാട് ടസ്കർ 5 എന്നാണ്. നേരത്തെ PT7 ആയിരുന്നു ധോണി എന്ന് പിടിച്ച് ധോണി എന്ന പേരേക്ക് മാറ്റിയത്. കാട്ടാന പാലക്കാട് മലമ്പുഴ ഊറോലിക്കാട്ടിൽ നിന്ന് തീവണ്ടിപ്പാളം മുറിച്ചു കടന്ന് തീവണ്ടി എഞ്ചിന് മുന്നിലൂടെ കടന്നു പോകുന്നു. വനപാലകർ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് മുൻകൂട്ടി സന്ദേശം നൽകുന്നതിനാൽ തീവണ്ടികൾ ഇവിടെ വേഗം കുറച്ചാണ് പോകുന്നത്. ഈ സ്ഥലത്ത് ഇങ്ങനെ തീവണ്ടി പാളം കടന്ന് ആനകൾ പോകാറുണ്ട്. പക്ഷേ സ്പീഡിൽ തീവണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആനയെ കണ്ട് നിർത്താനും ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ വേഗം കുറച്ച് പോകണം എന്നുള്ള നിർദ്ദേശം പലപ്പോഴും ആന വരുമ്പോൾ വനപാലകർ നൽകാറുണ്ട്. അങ്ങനെ വേഗം കുറച്ച് പോകുന്നൊരു എഞ്ചിൻ അതിന് മുന്നിലൂടെ ആന ഇങ്ങനെ കടന്നു പോകുന്നത് അപൂർവമായ ഒരു ചിത്രമാണ്. അരുൺ കൃഷ്ണൻകുട്ടിയുടേതാണ് ഈ ചിത്രം. മറ്റൊന്ന് കേരള കൗമുദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കൗമുദി ലീഡ് വാർത്തയായി നൽകുന്നത് തിളച്ചു പാഞ്ഞ് പുതുപ്പള്ളി എന്നുള്ളതാണ്. രാഹുൽ ചന്ദ്രശേഖർ കോട്ടയത്ത് നിന്ന് എഴുതുന്ന വാർത്തയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലങ്ങി ഉപതെരഞ്ഞെടുപ്പ്. 3 സ്ഥാനാർത്ഥികളും ഇങ്ങനെ അംഗച്ചേകവന്മാരെ പോലെ വാളും പരിചയമൊക്കെ എടുത്തിട്ട് കാലൊക്കെ ഉയർത്തി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു പോസിൽ ഒരു ചിത്രം കൂടി ഇതിനെന്തായാലും നൽകിയിട്ടുണ്ട്. സ്വാതി ജയകുമാറിൻ്റെ ചിത്രമാണ് ഈ തരത്തിലേക്ക് മാറ്റി ഈ ഫോട്ടോയാണ് ഈ തരത്തിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നത്. എന്തായാലും പുതുപ്പള്ളിയിലെ വിശേഷങ്ങൾ ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി തന്നെ കേരള കൗമുദി നൽകുന്നു. ഇനി 8 നാളാണ് പുതുപ്പള്ളി പോരാട്ടത്തിനുള്ളത് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന് കേരള കൗമുദിയിലെയും മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. അത് ശ്രീകുമാർ ആലപ്രയുടെ ചിത്രമാണ്. ആനയൂട്ട് കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ക്ഷേത്ര മൈതാനിയിൽ ഇന്നലെ വൈകിട്ട് ഗജസംഗമത്തിലെടുത്ത് 30ഓളം ആനകൾ പങ്കെടുത്തു. 30ഓളം ആനകൾ ഇങ്ങനെ നിരനിൽക്കുന്നു. ആളുകൾ ഇപ്പുറത്ത് നിന്ന് ആനയെ ഊട്ടാനുള്ളതിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ ആനയുടെ ആ ഒരു വേറെ സാധാരണഗതിയിൽ ആനയെ എടുക്കുന്ന ആംഗിളിൽ നിന്നല്ലാതെയാണ് ശ്രീകുമാർ ആലപ്ര ആ ചിത്രം എടുത്തിരിക്കുന്നത്. മനോഹരമായ ചിത്രം നന്നായി തന്നെ കേരള കൗമുദി അത് ഡിസ്പ്ലേ ചെയ്തിട്ടുമുണ്ട്. മറ്റൊന്ന് മലയാള മനോരമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന ചൂടും കൊടും തണുപ്പും ചന്ദ്രനിൽ വൻ താപവ്യതിയാനം നിർണായക കണ്ടെത്തലുമായി ചന്ദ്രയാൻ ചന്ദ്രോപരിതലത്തിലെത്തി. ഇനി 14 ദിവസങ്ങളിലാണ് ആകെ ചന്ദ്രയാന് ഈ ഉപഗ്രഹത്തിന് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളൊരു 14 ദിവസം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇരുളിലേക്ക് ആ ഭാഗം പോകുന്ന സമയമാണ്. പൂർണ്ണമായി ഇരുളിലേക്ക് പോയി കഴിയുമ്പോൾ അവിടുത്തെ താപനില ഏകദേശം -80 ഡിഗ്രി വരെ എത്തുമെന്നാണ് പറയുന്നത്. അത്രയോളം വലിയ താപനിലയിൽ ഈ ഉപകരണങ്ങൾക്ക് അതിൻ്റെ ബാറ്ററി ഒന്നും പ്രവർത്തിക്കില്ല. അത് സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ചെറിയ രീതിയിൽ വെളിച്ചം വരുമ്പോൾ അല്ലെങ്കിൽ ഈ തണുപ്പ് കുറയുമ്പോൾ വീണ്ടും പ്രവർത്തിക്കാം എന്നൊരു പ്രതീക്ഷ കൂടി എസ് സോംനാഥ് പ്രകടിപ്പിക്കുന്നുണ്ട്. 14 ദിവസം കഴിഞ്ഞ് പ്രതീക്ഷ എന്നാണ്. -150 ഡിഗ്രിയിലും താഴെയാവും എന്നുള്ളതാണ് അടുത്ത 14 ദിവസത്തേക്ക്. -150 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറത്തേക്കുള്ള ഒരു താപനിലയാണ്. ആ താപനിലയിൽ ഈ ബാറ്ററിയും മറ്റു സാധനങ്ങളും പ്രവർത്തിക്കുമെന്ന് അറിയില്ല. എന്തായാലും പ്രവർത്തിച്ചാൽ അങ്ങനെ ഒരു സാധ്യത കൂടി അദ്ദേഹം കാണും. അങ്ങനെ പ്രതീക്ഷ മാത്രമാണ്. അങ്ങനെ ഉറപ്പ് അവർക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവ ഉപരിതലത്തിൻ്റെ താപനിലയിൽ ഓരോ സെൻറ്റിമീറ്ററിലും വലിയ വ്യതിയാനമെന്ന് ചന്ദ്രയാൻ 3 റിപ്പോർട്ട് ചെയ്തു. ചന്ദ്രൻ്റെ തറനിരപ്പിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ ആഴത്തിലെത്തിയപ്പോൾ താപനിലയിൽ 65 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യതിയാനം സംഭവിച്ചു. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഒരു താപനില അവിടെ നിന്ന് താഴേക്ക് പോകുന്തോറും താപനിലയിൽ വലിയ വ്യത്യാസമാണ്. ചെറിയ ആഴത്തിലേക്ക് പോലും വലിയ വ്യത്യാസമാണ്. അവിടെയെല്ലാം കൊടും തണുപ്പും ഉപരിതലത്തിൽ നല്ല ചൂടും കൊടിയ ചൂടും. ആ ചൂടിൽ നിന്ന് അല്പം 10 മീറ്റർ താഴോട്ട് പോയി കഴിഞ്ഞാൽ കൊടിയ തണുപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ താപനിലയിൽ വലിയ വ്യതിയാനമുള്ള ഒരു സ്ഥലമാണ് ഈ ചന്ദ്രോപരിതലം എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നു. ഭൂമിയിലൊന്നും അങ്ങനെയല്ല, അത്രയേറെ വ്യതിയാനം ഒരേ സ്ഥലത്ത് തന്നെ കാണില്ല. പക്ഷേ ഇത് അങ്ങനെ ഉണ്ട് എന്നതാണ് ഈ ചിത്രങ്ങളും അവിടുത്തെ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് രാജ്യത്തെ ആകെ നാണം കെടുത്തിയ ഒരു വാർത്തയാണ്. ഇന്ത്യക്ക് അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കായാലും ആർക്കായാലും നാണക്കേടുണ്ടാകുന്ന ഒരു വാർത്ത യുപിയിൽ നിന്നാണ് ഉണ്ടായത്. ആ ഒരു അധ്യാപിക ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മറ്റ് ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നൊരു അവസ്ഥയുണ്ടായി. അത് മോശപ്പെട്ട രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി. ഇതിനൊരു ഈ കുട്ടിയുടെ അടികൊണ്ട കുട്ടിയുടെ ഒരു ബന്ധു ആ സ്കൂളിൽ ആ സമയത്തുണ്ടായിരുന്നു. അവരതിൻ്റെ വീഡിയോ പകർത്തി അത് പുറത്തു വന്നതോടുകൂടിയാണ് ഇത് ലോകമറിഞ്ഞത്. ആകെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇതിനെതിരെ അതിശക്തമായ വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അധ്യാപിക ഇപ്പോഴും പറയുന്നത് എനിക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ കുറ്റബോധം തോന്നുന്നില്ല, കുട്ടികളെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, എൻ്റെ നാട്ടുകാർ എനിക്കൊപ്പമാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കടുത്ത
വർഗീയമായ ജാതീയമായൊക്കെയുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ പലതായി കാണാമെന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. അവർക്കെതിരെ ഇപ്പോഴും അതിൽ ഒരു തെറ്റായി കാണാൻ പോലും ആ ഒരു അധ്യാപിക തയ്യാറാവുന്നില്ല എന്നാണ്, ലജ്ജയില്ല ലവലേശം എന്നാണ് അതിന് മനോരമ നൽകിയിരിക്കുന്ന ഹെഡിങ്. യുപിയിലെ സ്കൂളിൽ കുട്ടികളുടെ ക്രൂരത ന്യായീകരിച്ച അധ്യാപികയ്ക്കെതിരെ സർക്കാർ നടപടിയെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് 1 മാസത്തിനുള്ളിൽ നടപടി എന്നൊക്കെ പട്ടിലിൽ നിൽക്കുകയാണ്. വളരെ ഒരു കർശനമായ നടപടിയിലേക്ക് പോകുന്നില്ല എന്നതുകൂടി ആ വാർത്തയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് പറയുന്നു, 7 വയസ്സുള്ള എൻ്റെ കുട്ടി 1-2 മണിക്കൂറാണ് ക്രൂരതയ്ക്കിരയായത്. അവൻ ആകെ ഭയന്നിരിക്കുകയാണ്. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല, നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിയമപരമായ ഒരു പരിഹാരമാണ് ആ കുട്ടിയുടെ അച്ഛൻ ആഗ്രഹിക്കുന്നത്. അതാണ് അയാൾ പറയുന്നത്. മറ്റൊന്ന് മനോരമയിലെ മനോഹരമായ ഒരു ചിത്രമാണ്. ആ ചിത്രം ഇന്നലെ ഓണം വാരാഘോഷത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയ മല്ലിക സാരാഭായിയുടെ ചിത്രമാണ്. മല്ലിക സാരാഭായിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏതോ പറഞ്ഞ് ചിരിക്കുന്ന രണ്ടുപേരുടെയും ആ ചിരിയുടെ ചിത്രം കൃത്യമായി തന്നെ എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓണം വാരാഘോഷത്തിന് മല്ലിക സാരാഭായി നർത്തകിയും സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലൊക്കെ ആവും അവരെ ഇന്ത്യയിൽ പ്രാധാന്യമുള്ളത്. അതിനോടൊപ്പം തന്നെ അവർ പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ വിരുദ്ധ അല്ലെങ്കിൽ വിമർശക കൂടിയാണ്. മറ്റൊരു പ്രത്യേകത കൂടി ഈ സമയത്തുണ്ട്. മൃണാളിനി സാരാഭായിയുടെയും വിക്രം സാരാഭായിയുടെയും മകളാണ് മല്ലിക സാരാഭായി. ചിലപ്പോൾ കേരള സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിൽ മല്ലിക സാരാഭായി ഇത്തവണ കൊണ്ടുവന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്സ് കൂടി കണ്ടതുകൊണ്ടാവണം എന്ന് കരുതുന്നു. പക്ഷേ എന്തായാലും ഓണം ആഘോഷത്തിന് ഉദ്ഘാടനത്തിലെത്തിയ ഒരു മനോഹരമായ ചിത്രമാണ്. ശ്രീലക്ഷ്മി ശിവദാസാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഫോട്ടോഗ്രാഫർമാരെ ഇപ്പോഴും ഉള്ളത്. റിപ്പോർട്ടിംഗ് രംഗത്തും എഡിറ്റിങ്ങിലും ഒക്കെ നിരവധി സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുടെ എണ്ണവും ഒക്കെ എത്തുന്നുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫർമാരുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ ഒരു സ്ത്രീയാണ് ശ്രീലക്ഷ്മി ശിവദാസിൻ്റെ ചിത്രമാണ്. മനോഹരമായ ചിത്രം 1-ാം പേജിൽ തന്നെ മനോരമ വിശദമായി തന്നെ നൽകിയിരിക്കുന്നത്. വാർത്ത 14-ാം പേജിലുമാണ്. മറ്റൊന്ന് മനോരമയിലെ ബിസിനസ് പേജിലെ ഒരു വാർത്തയാണ്. ആ ബിസിനസ് പേജിലെ വാർത്ത ബിസിനസ് ബൂം പി കിഷോറിൻ്റെ ഒരു പങ്ക്തിയാണ്. ആ പങ്ക്തിയിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഓണം എങ്ങനെയാണ് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വിപണിയാവുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇൻട്രോ വായിക്കാം. ശീതീകരിച്ച മുരിങ്ങയ്ക്ക, ചേന, അവിയൽ, സാമ്പാർ, തോരൻ അമേരിക്കയിലെ ഓണമാണ്. ഇവിടെ നിന്ന് ഫ്രീസറുള്ള കണ്ടെയ്നറുകളിൽ 1 മാസം മുമ്പേ തന്നെ അമേരിക്കയിലേക്ക് ഇതെല്ലാം എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഈ സ്ഥലങ്ങളിലേക്ക് അമേരിക്കയിലെയും യൂറോപ്പിലെയും വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ പാക്ക് ചെയ്ത കറികൾ ഓണ വിഭവങ്ങളെല്ലാം ചെയ്യുകയാണ്. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചോറ് മാത്രം വെച്ചാൽ മതി. ചിലതിന് ചോറ് കൂടി അങ്ങനെ വെച്ച് അയക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അവർക്ക് സദ്യ ഒരുക്കാൻ കഴിയും. മലയാളികൾ ഉള്ള യൂറോപ്പിലായാലും അമേരിക്കയിലായാലും എല്ലാം അവിടെ എല്ലാം ഓണാഘോഷങ്ങൾ നടക്കാറുണ്ട്. നാട്ടിലെ മുഴുവൻ വിഭവങ്ങളും വെച്ച് സാധനങ്ങളൊക്കെ അവിടെ കിട്ടാൻ വഴിയുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ച് വിളമ്പുക എന്നത് അവിടുത്തെ ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം സദ്യകളിലേക്ക് മാറുന്നത് ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ട് ഈ അവസരത്തെ എങ്ങനെയാണ് കമ്പനികൾ ഉപയോഗിക്കുന്നത്, ആ ഒരു ബിസിനസ്സിൻ്റെ സാധ്യതകൾ കൂടിയാണ് പി കിഷോർ തൻ്റെ ഈ പങ്ക്തിയിൽ പറയുന്നത്. നിങ്ങളുടെ ചോറും ഞങ്ങളുടെ കറിയും വെച്ചാൽ ചോറ് നിങ്ങൾ വെച്ചാൽ മതി, കറി ഞങ്ങൾ തരാം എന്നുള്ളത് വെച്ചിട്ടാണ് ആ തലക്കെട്ട് കൂടി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മാധ്യമത്തിൻ്റെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കിട്ടാനുള്ളത് 4 ലക്ഷം പേർക്ക് കിറ്റിനായി ഓണപ്പാച്ചിൽ എന്നുള്ളതാണ്. ആസൂത്രണത്തിലെയും വിതരണത്തിലെയും പാളിച്ചകൾക്കൊപ്പം സെർവർ തകരാറ് കൂടി വില്ലനായതോടെ സർക്കാരിൻ്റെ ഓണക്കിറ്റ് ഉത്രാട നാളിൽ അതിനുവേണ്ടി ഉത്രാടപ്പാച്ചിലാണ് എന്നുള്ളതാണ്. 4 ലക്ഷത്തോളം പേർക്കാണ് ഇന്ന് കിറ്റ് കിട്ടേണ്ടത്. 6 ലക്ഷത്തോളം പേർക്ക് 2 ലക്ഷം പേർക്ക് മാത്രമേ നേരത്തെ ആ കിറ്റ് നൽകാൻ കഴിഞ്ഞുള്ളൂ. പലതരം കാരണങ്ങളാൽ മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിൻ്റെ പിഴവും ഇടയ്ക്ക് സർവറിൻ്റെ പിഴവൊക്കെ വന്നു. അങ്ങനെ പല കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി. ഇന്ന് മുഴുവൻ പേർക്ക് നൽകും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഉത്രാട ദിവസം കിറ്റിനായി ഓടേണ്ടി വരുന്ന ഒരവസ്ഥ മനുഷ്യരെ സംബന്ധിച്ച് പ്രയാസമുള്ളതാണ്. ഒട്ടേറെ ജോലി തിരക്കുകൾ വീട്ടിലുള്ള ഒരു ദിവസം കൂടിയാണ്. എന്നാലും ഇന്ന് നൽകും എന്ന് തന്നെ സർക്കാർ പറയുന്നു. ആ വാർത്തയാണ് മാധ്യമം 1-ാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയിലെ വാർത്തയാണ്. കരുത്തുകൂട്ടി ഇന്ത്യ, കൂടുതൽ പാർട്ടികൾ പ്രതിപക്ഷ ഐക്യത്തിലേക്ക്. ഓഗസ്റ്റ് 31 സെപ്റ്റംബർ 1 തീയതികളിൽ മുംബൈയിലാണ് 3ാമത്തെ യോഗം. ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നു എന്നുള്ള കരുത്തുകൂട്ടി. പക്ഷേ ഏതൊക്കെ പാർട്ടിയാണ് വരുന്നത് എന്ന് പറയുന്നില്ല. ഇന്നലെ നിതീഷ് കുമാറാണ് പറഞ്ഞത് കൂടുതൽ പാർട്ടികൾ ഇതിലേക്ക് വരും, NDAയിൽ നടക്കം പാർട്ടികൾ ഈ പക്ഷത്തേക്ക് വരും എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ടു. എന്തായാലും സ്വാഭാവികമായും ദേശാഭിമാനിയെ സംബന്ധിച്ച് പ്രധാന വാർത്തയായി നൽകേണ്ട ദേശീയ തലത്തിലൊരു വലിയ മുന്നേറ്റമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവുമായുള്ള സഖ്യം തുടരുമെന്ന് സ്റ്റാലിൻ പറയുന്നു. മുംബൈയിൽ ചേരുന്ന ഇന്ത്യ കൂട്ടായ്മയുടെ യോഗത്തിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. താൻ പങ്കെടുക്കും. BJPയെ തോൽപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ യോഗത്തിലുണ്ടാവും. അഴിമതിയെക്കുറിച്ച് പറയാൻ മോദിക്ക് അവകാശമില്ല. CAG റിപ്പോർട്ടിൽ NDA സർക്കാരിൻ്റെ അഴിമതികൾ എണ്ണി പറയുന്നു. ഇടതുപക്ഷവുമായി DMKയുടേത് ആശയാടിസ്ഥാനത്തിലുള്ള സഖ്യമാണ്. അതൊരു സ്വാഭാവിക സഖ്യമാണ്. ആ സഖ്യം തുടരും. നാഗപട്ടണം MPയും CPI നേതാവുമായ M സെൽവരാജിൻ്റെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിന് ശേഷം പൊതുയോഗത്തിൽ ആണ് സ്റ്റാലിൻ ഇത് പറഞ്ഞത്. എന്തായാലും CPMനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചും അത് വലിയ പ്രതീക്ഷയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 1-2 സീറ്റ് അല്ലെങ്കിൽ 2-3 സീറ്റ് വരെ ഉറപ്പിക്കാൻ കഴിയും
ഇത്തവണയൊക്കെ ഇപ്പം നിൽക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് സ്റ്റാലിൻ്റെയും DMK-യുടെയും ഒക്കെ ഒരു സഹായത്തോടു കൂടിയാണ്. എന്തായാലും ആ വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തയാണ്. ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. പക്ഷേ മലയാളത്തിലെ പത്രങ്ങൾ അത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടില്ലെങ്കിൽ ചില പത്രങ്ങളെങ്കിലും അകത്തെ പേജുകളിൽ നന്നായി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ചില പത്രങ്ങൾ എനിക്ക് ദേശാഭിമാനി 1-ാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. നൂഹ് യാത്രയിൽ നിന്ന് ദയവായി പിൻവാങ്ങണമെന്നും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നുമാണ് ഹരിയാനയിലെ മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ യാത്ര നടന്നത് ഹരിയാന മനോഹർ ലാൽ ഖട്ടാറാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ബ്രിജ് മണ്ഡൽ ജലാഭിഷേക് യാത്ര കഴിഞ്ഞ തവണ ഈ യാത്ര നടന്നപ്പോൾ VSPയുടെയൊക്കെ നേതൃത്വത്തിൽ യാത്ര നടന്നപ്പോൾ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു വലിയ വർഗീയ സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും അക്രമത്തിലേക്കും ഒക്കെ പോയി ആളുകൾ ആയുധങ്ങളുമൊക്കെ ആയിട്ടാണ് ഈ വിശ്വാസഘോഷയാത്രയിൽ പങ്കെടുത്തത്. ഇത്തവണ അത് അങ്ങനെ ആളുകൾ പങ്കെടുക്കരുത്, ദയവായി വീട്ടിലിരിക്കണമെന്ന് BJPയുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല, VSP ആ യാത്രയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് VSPയുടെ തീരുമാനം. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു സർക്കാരിന് അനുമതി ആവശ്യമില്ല എന്നതുകൂടി ഒരു വെല്ലുവിളി സ്വരത്തിൽ തന്നെ അവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഹരിയാന വീണ്ടും ഒരു കലാപത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. അത് പ്രാധാന്യത്തോടുകൂടി 1-ാം പേജിലെ ലീഡ് വാർത്തയായി തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് വീക്ഷണത്തിൻ്റെ വാർത്തയാണ്. വീക്ഷണം ഓണം കഴിഞ്ഞാൽ കാണം വിൽക്കണം, ശമ്പളത്തിന് പോലും ഖജനാവിൽ പണമില്ല, സെപ്റ്റംബറിൽ 2000 കോടി അധികം വേണം എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മുഖപത്രം നിലയ്ക്ക് തന്നെ എങ്ങനെയാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത്, ഓണം കഴിഞ്ഞാൽ കാണം വിൽക്കേണ്ട അവസ്ഥയിലാണ് സംസ്ഥാനം നിൽക്കുന്നത് എന്ന് പറയുന്നു. ആ തരത്തിലേക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കാണം വിറ്റാലും ഓണം ഉണ്ണാൻ കഴിയാത്തൊരവസ്ഥയാണ് ജനങ്ങളെന്ന് പറയുമ്പോൾ പക്ഷേ വീക്ഷണം അതുകൂടി ചേർത്താവണം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ എന്തായാലും ഓണം കഴിഞ്ഞാലും കാണം വിൽക്കണം എന്നുള്ള ഒരു തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് സുപ്രഭാതത്തിൻ്റെ വാർത്തയാണ്. സുപ്രഭാതത്തിൽ ഹർഷിനിയുടെ സമരത്തിന് നാളെ 100 ദിവസം എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് 5 വർഷം വേതനത്തിൽ നിന്നും ജീവിച്ച പന്തീരങ്കാവ് സ്വദേശി ഹർഷിനെ നടത്തിവരുന്ന സത്യാഗ്രഹ സമരം നാളെ 100-ാം ദിവസത്തിലേക്ക്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് ഒപ്പമുണ്ടെന്ന ഉറപ്പിനും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവാത്തതിലുമാണ് 3 മക്കളുടെ മാതാവായി വീട്ടമ്മ തെരുവിൽ സമരം നടത്താൻ നിർബന്ധിതയായത്. അവരുടെ വയറ്റിലൊരു കത്രിക കുടുങ്ങി പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും അവരുടെ ആശുപത്രികൾക്ക് തന്നെയാണ്. എന്തായാലും സ്വയം അവർ ചോദിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ വയറ്റിൽ പോയി കത്രിക വെക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും അതിൻ്റെ കുറ്റക്കാരായ ഡോക്ടർമാരെ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ ജീവനക്കാരെ സംരക്ഷിക്കുന്നൊരു നിലപാട്, അല്ലെങ്കിൽ അവരെ പൊതിഞ്ഞു വെക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോഴും തുടരുന്നത്. നടപടി ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോഴും ഒരു സ്ത്രീ 5 വർഷത്തോളം അങ്ങനെ വേദന നിന്ന് ജീവിക്കേണ്ടി വന്ന അതീവ ഗുരുതരമായ അനാസ്ഥയ്ക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല എന്നത് വേദനാജനകം തന്നെയാണ്. മറ്റ് പല പത്രങ്ങളും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. സുപ്രഭാതം പക്ഷേ 1-ാം പേജിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. എന്നാലും പത്രം 18ൻ്റെ സമയം അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം പത്രം 18. ശരി, താങ്ക് യു സോ മച്ച് കിരൺ ബാബു. എന്തായാലും സമഗ്രമായ ഒരു പത്രം 18 നമ്മൾ കണ്ടത്. എല്ലാ പത്രങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ചു പോയി. സമഗ്രമായ എല്ലാ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും കിരൺ ബാബു നമുക്ക് കാണിച്ചു തന്നു, അത് വിശകലനം ചെയ്തു, മനസ്സിലാക്കി തന്നു. ഇനിയും വീണ്ടും നമ്മൾ ഓണക്കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഓണസദ്യ സമൃദ്ധമാക്കുന്നതിന് വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പായസം മിക്സും പാലും അടങ്ങുന്ന കിറ്റുകൾ വിതരണം നടത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബുവാണ് തന്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിലും ഓണസമ്മാനമായി പായസ കിറ്റുകൾ എത്തിക്കുന്നത്. ഇത്തവണ പ്രസിഡന്റ് എത്തിയത് വോട്ട് അഭ്യർത്ഥിക്കാനല്ല, പകരം വാർഡിലെ ജനങ്ങൾക്ക് അല്പം മധുരം നൽകാനാണ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഇതാദ്യമല്ല മുഴുവൻ വീടുകളും കയറിയിറക്കുന്നത്. 2.5 വർഷം മുൻപ് വോട്ട് അഭ്യർത്ഥിച്ച് വാർഡിലെ ഓരോ വീടുകളിലും എത്തി. പ്രസിഡന്റ് ആവുന്നതിനു മുൻപ് വാർഡ് മെമ്പറായിരുന്നപ്പോഴും കഴിഞ്ഞ 2 ഓണത്തിനും ഓരോ വീട്ടിലും എത്തിയിരുന്നു. അന്ന് ഓണസമ്മാനമായി നൽകിയത് പച്ചക്കറി കിറ്റുകളായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ആയതോടെ പച്ചക്കറിക്ക് പകരം പായസ കിറ്റാണ് നൽകിയത്. തോട്ടുമുക്കം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് എല്ലാ വീടുകളിലും പായസം മിക്സും പാലും അടങ്ങുന്ന കിറ്റ് എത്തിക്കുന്നത്. ഞാൻ വാർഡ് മെമ്പറായതിനു ശേഷം മുൻകാലങ്ങളിലെല്ലാം തന്നെ ഓണക്കാലത്ത് പച്ചക്കറി കിറ്റ് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായി പായസ കിറ്റാണ് എല്ലാ വീടുകളിലേക്കും എത്തിക്കുന്നത്. തോട്ടുമുക്കം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവരാണ് വീടുകളിലൂടെ എല്ലാം കൃത്യമായി ഈ പായസ കിറ്റ് എത്തിക്കുന്നത്. തോട്ടുമുക്കം പള്ളിത്താഴെ പ്രദേശം ഉൾപ്പെടുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ 450ഓളം വീടുകളിലാണ് ഇത്തവണ ഈ ഓണസമ്മാനം എത്തുക. ന്യൂസ് 18 കൊടിയത്തൂർ.
കാസർഗോഡ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ നാടാകെ പൂക്കളം ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. വിളവെടുപ്പ് ഉദ്ഘാടനം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ മാടക്കാലിൽ നിർവഹിച്ചു. കാണാം ആ കാഴ്ച. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുകളിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത്. ഓണത്തിന് മറുനാടൻ പൂക്കളെ ആശ്രയിക്കാതെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പൂക്കൃഷിക്ക് വേണ്ടി ചെണ്ടുമല്ലി തൈകളും വളവുമാണ് വിതരണം ചെയ്തത്. ജൂൺ പകുതിയോടെ തൈകളുടെ വിതരണം പൂർത്തിയാക്കി. പഞ്ചായത്ത് പരിധിയിലെ 2860 വീടുകളിലേക്കാണ് 10 വീതം തൈകളും വളവും നൽകിയത്. മികച്ച പരിചരണം നൽകിയവർക്ക് നല്ല വിളവ് തന്നെ ലഭിച്ചു. മികച്ച വനിതാ കർഷകയായി തെരഞ്ഞെടുക്കപ്പെട്ട മാടക്കാലിലെ സതി ലക്ഷ്മണന്റെ ചെണ്ടുമല്ലിത്തോട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥ പൂക്കൃഷിയെ നേരിയ തോതിൽ ബാധിച്ചെങ്കിലും അടുത്ത വർഷവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെണ്ടുമല്ലി കൃഷി നടത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ന്യൂസ് 18 വലിയപറമ്പ. ഈ ഓണക്കാലത്ത് നമ്മൾ കണ്ട വളരെ മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു നമ്മുടെ നാടാകെ പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലി പാടങ്ങൾ. അതായത് നമ്മൾ പൊതുവെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഈ അന്യ സംസ്ഥാനങ്ങളെയായിരുന്നു ഒരു സമയത്ത് കൂടുതലായും നമ്മൾ ഈ പൂക്കൾക്കായിട്ടൊക്കെ ആശ്രയിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ സ്വയം പര്യാപ്തത പല നാടും കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലുമൊക്കെ ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഇത്തരത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മയും അല്ലാതെ തൊഴിലുറപ്പ് കുടുംബശ്രീ സംഘങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ ഇത്തരത്തിൽ പൂക്കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ എവിടെയൊക്കെ കൃഷി നടത്തിയോ അതൊക്കെ തന്നെയും പൂർണ്ണമായും വിജയവുമായിരുന്നു. അത്തരത്തിലൊരു കാഴ്ചയാണ് വലിയ പറമ്പയിൽ നിന്ന് ഇപ്പോൾ വന്നത്. ഇനി ഓണക്കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഈ തെക്കൻ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഈ തെയ്യം കലാരൂപത്തിൻ്റെ കൂടി ഒരു മനോഹര കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും. ഉത്തര കേരളത്തിൽ ഓണത്താർ തെയ്യം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് മഹാബലി സങ്കല്പത്തോടു കൂടിയുള്ള ഓണത്താൻ തെയ്യം ഗൃഹസന്ദർശനം നടത്തുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓണത്തിന്റെ വരവറിയിച്ച് വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണത്താർ. കുട്ടികളാണ് കോലമണിയുക. ചില ഭാഗങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ ഓണത്താർ വീടുകളിലെത്തും. ഓട്ടുമണിയും കിലുക്കിയോണവില്ലിന്റെയും ഒറ്റച്ചണ്ടയുടെയും താളത്തിലാണ് വരവ്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. പൂക്കളത്തിനു ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. പാട്ടിന്റെ അകമ്പടിയും ഉണ്ടാകും. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇതറിയപ്പെടുന്നു. മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. ഇത് ഓണത്താറ് എന്നാണ് തെയ്യത്തിന് പറയല്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ അത്തം മുതൽ 10 നാളുകൾ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ഓണത്താറ് കൊണ്ടുപോകുന്നത്. നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് 18 കാസർഗോഡ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിലെ ഓണാഘോഷങ്ങൾ അങ്ങനെയാണ്. ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പാചകം ചെയ്യുന്ന അമ്മയ്ക്ക് ഓണപ്പുടവയുമായി സ്കൂൾ വിദ്യാർത്ഥികളെത്തി. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഓണപ്പുടവ വീട്ടിലെത്തി നൽകിയത്. 5 വർഷം ശാന്തമ്മ തങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് നൽകിയതിന്റെ ആദര സൂചകമായിട്ടാണ് വിദ്യാർത്ഥികൾ ഓണപ്പുടവ നൽകിയത്. ക്ലാസ്സിലെ കുട്ടികളുടെ ഓണാഘോഷം കഴിഞ്ഞുള്ള ബാക്കി തുക സ്വരുക്കൂട്ടി ഓണപ്പുടവ വാങ്ങുകയും ശാന്തമ്മയുടെ വീട്ടിലെത്തി നൽകുകയുമായിരുന്നു.
38 വർഷമായി ഈശ്വരവിലാസം സ്കൂളിൽ ജോലി ചെയ്യുന്നുവെങ്കിലും ഇത്തരം അനുഭവം ആദ്യമായാണെന്ന് ശാന്തമ്മ പറയുന്നു. ഭയങ്കര സന്തോഷം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭയങ്കര, കാരണം ആദ്യമായിട്ട് കിട്ടുന്നൊരു അതല്ലേ, നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങനെ. പറയാൻ പറ്റാൻ സന്തോഷം എനിക്ക്. എച്ചം പോലും അറിഞ്ഞില്ലായിരുന്നു, പിന്നീടാണ് എച്ചമ്മൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. ഓണത്തിന് എല്ലാവരും പുത്തനുടുപ്പുകൾ ഇടുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ആഹാരം നൽകുന്ന അമ്മയും ഓണനാളിൽ പുതിയ വസ്ത്രം ധരിക്കണമെന്ന ആഗ്രഹത്തിലാണ് പുടവ വാങ്ങി നൽകിയതെന്ന് വിദ്യാർത്ഥികൾ. ശാന്തമ്മ ആഹാരം നൽകുമ്പോൾ സ്നേഹവും കൂടി നൽകുന്നത് കൊണ്ട് എല്ലാ കുട്ടികൾക്കും അമ്മയോട് സ്നേഹമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കുറെ കാലമായി അമ്മമ്മനെ കാണുന്നു. അപ്പം പെട്ടെന്ന് ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒരു ഡിസിഷൻ എടുത്ത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച. അപ്പം ഞങ്ങളിങ്ങനെ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറും അതിന് സപ്പോർട്ടൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ സ്കൂളിലെ താഴെയുള്ള ഒരു ഷോപ്പിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തരുന്ന പൈസ അല്ല, ഞങ്ങൾ ചേർത്ത് വെച്ചിരുന്ന പൈസ എടുത്ത് അമ്മമ്മയ്ക്ക് വെച്ചാൽ. അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ വിദ്യാർത്ഥികളെ കണ്ട ശാന്തമ്മയ്ക്ക് സന്തോഷവും സങ്കടവും അടക്കാനായില്ല. തുടർന്ന് എല്ലാവരും ചേർന്ന് വിശേഷങ്ങൾ പങ്കുവെച്ചും ഓണപ്പാട്ടുകൾ പാടിയും സന്തോഷം പങ്കിട്ടു. മറക്കാനാകാത്ത ഓണസമ്മാനവുമായി വന്ന കുട്ടികൾക്ക് ശാന്തമ്മ വാത്സല്യ ചുംബനം നൽകി മടക്കി അയച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഓണമെന്ന് പറയുമ്പോൾ ആഘോഷം മാത്രമല്ല, കരുതലും സ്നേഹവും ചേർത്ത് നിർത്തലുമൊക്കെയാണ്. ഒരുപക്ഷെ ഈ സമ്മാനത്തിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ വിലയിലും ഒന്നുമല്ല കാര്യം. ആ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയ ഒരു പ്രവൃത്തി എന്തായാലും അഭിനന്ദനാർഹമാണ്. അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം വെച്ച് വിളമ്പി നൽകുന്ന ആ അമ്മയെ കൂടി അവർ ഈ ഒരു ഓണത്തിൻ്റെ ആഘോഷ സമയത്ത് ഓർത്തു എന്നുള്ളതാണ് ഏറെ പ്രധാനം. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ കൂറ്റൻ പൂക്കളം ശ്രദ്ധേയമാക്കുന്നു. കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് 50 അടിയോളം വലിപ്പമുള്ള ഓണപ്പൂക്കളം ഒരുക്കിയത്. 30ഓളം പേർ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത്. നിരവധി പേരാണ് കൂറ്റൻ പൂക്കളത്തിനൊപ്പം ഫോട്ടോ എടുക്കാനും പൂക്കളം കാണുവാനും ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിനെ ആവേശത്തിലാഴ്ത്തി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണാഘോഷം. മാവേലിക്കും വാമനുമൊപ്പം ആയിരങ്ങൾ അണിനിരന്ന ഘോഷയാത്രയ്ക്ക് പെൺപുലികൾ മാറ്റി. തൊഴിലുറപ്പ് പദ്ധതിയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച റോസ്ഗാർ ദിനാചരണവും ഓണാഘോഷവുമാണ് നഗരത്തെ ആവേശത്തിലാക്കിയത്. 1000-ലധികം തൊഴിലുറപ്പ് തൊഴിലാളികൾ അണിനിരന്ന ഘോഷയാത്ര പ്രധാന ആകർഷണമായി. മാവേലിക്കൊപ്പം വാമനവേഷവും പുലിവേഷവും കെട്ടി ഘോഷയാത്രയിൽ മുഴുനീളെ നിറഞ്ഞു നിന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകളായിരുന്നു. ഓണം എന്ന് പറയുന്നത് അറിയാവുന്നത് ഏക്കറുകണക്കിന് സ്ഥലമുള്ള ആളും ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളെയും ഒന്നാണെന്ന് സങ്കല്പിച്ച് ഓണം ആഘോഷിക്കുന്നു. കോടിക്കണക്കിന് സമ്പാദ്യമുള്ള ആളെയും ഒരു നേരത്ത് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ആളെയും ഒന്നാണെന്ന് സങ്കല്പിച്ച് ഓണം ആഘോഷിക്കുന്നു. അതാണ് നമ്മുടെ ഓണസങ്കല്പം. അതൊരു സോഷ്യലിസ്റ്റ് ചിന്തയുടെ അങ്ങേയറ്റാണ്. നമുക്കത് കാണാനേ പറ്റും, ഭാവിയിൽ മനസ്സിൽ കാണാനേ പറ്റും. ജീവിതത്തിൽ ഒരിക്കലും വരില്ല എന്ന് നമുക്കറിയാം. അത്തരം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ഒന്നാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുന്നതാണ് ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ജോയിന്റ് BDO AV സന്തോഷ് കുമാർ റോസ് സന്ദേശം വായിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷനുമായി. തുടർന്ന് തൊഴിലാളികളുടെ വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. അപ്പോൾ നമ്മുടെ പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഉത്രാട ദിന ആശംസകൾ നേരുകയാണ്. ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുന്നതിനൊപ്പം ഓണത്തിന്റെ തിരക്കുകളിലേക്കൊക്കെ ചേരുന്നതിനൊപ്പം തന്നെ വാർത്തകൾക്കൊപ്പം നമ്മുടെ ന്യൂസ് 18 പ്രേക്ഷകർ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.